JRCM, ഗുഡ് RCM. എന്റെ പേര് മെർലി ബിജി. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നു, ഇടപ്പള്ളിയിലാണ്. 9 വർഷമായി RCMല് വന്നിട്ട്. ഈ RCM ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നമ്മളെല്ലാവരും അറിയുന്ന കേരളത്തിന്റെ മാസ്റ്റർ ട്രെയിനർ ആയിട്ടുള്ള നോബൽ സാറാണ് RCM പറഞ്ഞു തന്നത്. അതിനുശേഷം RCMനെ അറിഞ്ഞതിന് ശേഷം RCMലെ ഓരോ പ്രൊഡക്റ്റും ഏറ്റവും സന്തോഷത്തോടു കൂടിയും അത് അറിഞ്ഞും ഓരോ പ്രൊഡക്റ്റിനെ അറിഞ്ഞും അത് തന്നെ ഉപയോഗിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നു. പറ്റുന്ന പോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ടൊപ്പം തന്നെ ജോലിയോടൊപ്പം തന്നെയാണ് ഞാൻ RCMലും ഞങ്ങൾ ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് RCMലെ ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് ആയ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു മനുഷ്യരുടെ തലയിലെ ഓരോ ചിന്തകൾ, ഇപ്പൊ TCGക്ക് RCM എന്നുള്ളൊരു കൺസെപ്റ്റ് വന്ന പോലെ കുറച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ തോന്നിയ ഒരു കൺസെപ്റ്റ് ആണ് ഗുഡ് ഡോട്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ ആ ഒരു ഗുഡ് ഡോട്ടിനെ നമ്മൾ RCM മനസ്സാ വരിച്ചു, അത് നമ്മൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്നു. RCMന്റെ ലക്ഷ്യം ആരോഗ്യമാണെങ്കിൽ അത് ഗുഡ് ഡോട്ടിൽ അതിൽ വലിയൊരു പങ്കുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ RCM ഗുഡ് ഡോട്ടിനെ കൂടെ ചേർത്ത് പിടിച്ചു. ഗുഡ് ഡോട്ടും RCMും കൈകോർത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ റോൾ അതിനകത്ത് വലിയൊരു റോളാണ്. കാരണം രണ്ട് വലിയതെന്നല്ല, ഒരു RCM ആൻഡ് അതുപോലെ തന്നെ ഗുഡ് ഡോട്ട്, ഈ ഒരു ടീമിന്റെ ശക്തമായ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം നടക്കണമെങ്കിൽ അവരുടെ എക്സ്റ്റെൻഡഡ് ആംസ് ആയിട്ട്, അതായത് അവരുടെ കൈകളായിട്ട്, അവരുടെ ചിറകുകളായിട്ട് നമ്മളും കൂടെ ഒപ്പം നിന്നാലേ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ഗുഡ് ഡോട്ടിന്റെ ഓരോ പ്രോഡക്റ്റിനെ പറ്റിയും വിശദമായിട്ടല്ലെങ്കിലും ജസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റുകൾ ഒന്ന് കാണിച്ചു പോകുന്നു. അതിനുശേഷം ഇതിന്റെ നമ്മളുടെ ഒരു റോൾ എന്താണ്, ഇതിന്റെ ഒരു ഭാവി എന്താണെന്നൊക്കെ ഒന്ന് ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. സോ ഫസ്റ്റ് സ്ലൈഡ് ഞാൻ തന്നെ ഇട്ടൊരു പേരാണ്, കാരണം എന്റെ ഒരു ചിന്തകളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. ഇപ്പൊ ഗുഡ് ഡോട്ടിൽ നിന്നുകൊണ്ട് സാധാരണ നമ്മൾ പറയുന്നത് എപ്പോഴും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളൊരു ചൊല്ലാണ് പണ്ട് തുടങ്ങി കേൾക്കുന്നത്. ഈവൻ CBSE പഠിച്ച പിള്ളേർ പോലും ആ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം മലയാളത്തില് ഇച്ചിരി പരിചയക്കുറവ് ഇപ്പോഴത്തെ പുതിയ ജനറേഷനാണല്ലോ. അപ്പൊ അത് നമുക്ക് അത്രയ്ക്കും പരിചയമുള്ള ഒരു ചൊല്ലാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്ന്. ഞാന് അതിനെ ഒന്ന് ചെറുതായിട്ട് എൻ്റെ ഒരു ചിന്തകൾ വന്നതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ അരങ്ങത്തേക്ക് എന്നുള്ളൊരു മാറ്റം വരുത്തിയേക്കാണ്. അത് നിങ്ങളും കൂടെ ശരിവെക്കുവോ വരും സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. സോ ഇത് എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ നമ്മുടെ ആരോഗ്യമാണ് പ്രധാന ലക്ഷ്യമെങ്കിൽ നമ്മൾ ആരോഗ്യത്തെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം നമ്മളുടെ ആഹാരമാണ് ഔഷധം എന്നുള്ളത് നമ്മൾ RCMൽ വന്ന നാൾ മുതലേ കേൾക്കുന്നുണ്ടാവും. അപ്പോ നമ്മളുടെ ആ ഔഷധത്തിന് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ എന്താണ് ആധുനിക കാലഘട്ടങ്ങളിൽ, അതിന്റെ തെളിവുകൾ നമ്മൾ ഇപ്പോഴുള്ള പഴയ തലമുറയേക്കാൾ കൂടുതൽ പുതിയ തലമുറയിൽ കണ്ടു. അതാണ് ഈ കാലഘട്ടത്തിന്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എന്താണ് ഓരോ മനുഷ്യരും കാണുന്നത്, പ്രായമായി ആളുകൾ മരിച്ചു പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ നമ്മളുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നത് പ്രായം എത്താത്ത നമ്മളിൽ താഴെയുള്ള, അതായത് 20 വയസ്സ് 30 വയസ്സൊക്കെ ഏജ് ഉള്ളവര്, ആ കാറ്റഗറിയിലുള്ളവര് കുഴഞ്ഞു വീണ് മരിക്കുക, അവരുടെ ആരോഗ്യാവസ്ഥ വളരെ കമ്മിയാവുക എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ജീവിതശൈലി രോഗങ്ങളും ജീവിതശൈലികളും ഇതെല്ലാം പ്രശ്നമാണ് എന്നുള്ളതെല്ലാം നമുക്ക് അറിയാം. അത് തന്നെയാണ് RCMന്റെ ക്ലാസ്സുകളിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുകയും ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ഇന്ന് ഗുഡ് ഡോട്ട് സെഷൻ ആയതുകൊണ്ട് മെയിൻലി നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പലപ്പോഴും പലതരം ടോക്കുകളിൽ, ഇപ്പൊ RCM ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഒരു ടോക്ക് നമ്മൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോഴെല്ലാം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ആദ്യം കുറച്ച് ഒരു 8-10 സ്ലൈഡിൽ നമ്മൾ കാണുന്നത്. കാരണം എല്ലാവരുടെയും ഫേവറേറ്റ് ഫുഡാണ്. അപ്പം പലരോടും ഇപ്പൊ നമ്മൾ പുതിയ തലമുറയോട് നമ്മൾ ചോദിക്കും, നിങ്ങള് നോൺ വെജ് കഴിക്കുവോ? ഞങ്ങള് നോൺ വെജ് കഴിക്കൂല, ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ, ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ആക്ച്വലി ഇപ്പോ ചിക്കൻ എന്ന് പറയുന്നത് വെജ് കൺസെപ്റ്റിലേക്ക് പോയി. എസ്പെഷ്യലി മുട്ട, എഗ് വെജ് കൺസെപ്റ്റ് തന്നെയാണ്, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. പലരോടും സംസാരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ മുട്ട എങ്ങനെയാണ് നോൺ വെജ് ആവുന്നത്? ആ രീതിയിൽ വരെയാണ് ആർക്കും അതൊരു നോർമൽ ആ ഒരു രീതിയിലാണ് കാണപ്പെടുന്നത്. പക്ഷെ പലപ്പോഴും മീറ്റിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, നമുക്കതെല്ലാം അറിയാം എന്ന് കരുതി മീറ്റ് ഉപേക്ഷിക്കാൻ ആരും തയ്യാറുമല്ല.
നമ്മളെല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പൊ ചിക്കനിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യും, ആന്റിബയോട്ടിക് ഇഞ്ചെക്ട് ചെയ്യും, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾ വാങ്ങി കഴിക്കും. ദാറ്റ് മേ ലീഡ്സ് ടു നമ്മളുടെ ഡിസീസ്. അപ്പൊ പറയും ഇതൊക്കെ കഴിക്കാതെ ജീവിച്ചിട്ട് ഇനി എന്നായാലും മരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് എസ്പെഷ്യലി മലയാളീസ് സാധാരണ വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാല് കുടിക്കാൻ നോക്കുമ്പോൾ പഴയ കാലത്ത് പാലൊരു സമീകൃത ആഹാരമാണ് എന്നാണ് നമ്മൾ 4ാം ക്ലാസ് തുടങ്ങി നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. അത് എക്സാമിന് ക്വസ്റ്റ്യനും വരുമായിരുന്നു. പാലൊരു സമീകൃത ആഹാരം എന്ന് കൃത്യമായിട്ട് എഴുതാൻ നമ്മൾ പഠിക്കണമായിരുന്നു. അത് എന്നതാ വാക്ക്, അതിന്റെ അർത്ഥമൊന്നും അറിയില്ലാത്ത കാലം തുടങ്ങി നമ്മൾ പഠിച്ചതാണെങ്കിൽ ഇപ്പൊ ഈ സമീകൃത ആഹാരം കഴിക്കുമ്പോൾ തന്നെ വയറിന് പ്രശ്നങ്ങളായതുകൊണ്ട് പഴയ കാലത്ത് ഡോക്ടർമാര് പാല് കഴിക്കുക എന്ന് ഉപദേശിച്ച് അതേ ഡോക്ടർമാരുടെ പിന്തലമുറക്കാരായ ഡോക്ടർമാർ ഇപ്പൊ പല രോഗികളോടും എസ്പെഷ്യലി ഗ്യാസ്ട്രോ പേഷ്യന്റിനോട്, അതായത് വയറിന് പ്രശ്നമായിട്ട് ചെല്ലുന്നവരോട് പറയുന്നത് അവോയ്ഡ് ചെയ്യുക, പാല് കഴിക്കല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്. അത് ആക്ച്വലി ആ പാലില് വന്ന പ്രശ്നങ്ങളാണ്. അതായത് അത് മായം ചേർക്കപ്പെട്ടും അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിങ്ങും ഒക്കെ കൊണ്ട് പ്രശ്നങ്ങളായിട്ട് അത് പലതരം ഇഷ്യൂസിലേക്ക്, ഓരോ വ്യക്തികളുടെയും ഇഷ്യൂസിലേക്ക്, അത് പെട്ടെന്ന് ഒരു ദിവസത്തേക്ക് ഉണ്ടാവുന്നതല്ല. അത് പാല് കുടിച്ച് കുറെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ വയറിന് വരുന്ന പ്രശ്നങ്ങൾ. അപ്പം മീറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം, നമ്മൾ സ്റ്റിൽ യൂസ് ചെയ്യും. പാലില് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം, സ്റ്റിൽ നമ്മൾ കുറെ പേരെങ്കിലും, ഡോക്ടർ പറയാത്ത പക്ഷം നമ്മൾ കുറെ പേരെങ്കിലും പാൽ ഇഷ്ടമുണ്ടെങ്കിൽ പാൽ ചായ ആയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ പാലും ഉൽപ്പന്നങ്ങളും നമ്മൾ കഴിക്കും. ഇനി ധാരാളം ഫ്രൂട്ട്സ് കഴിക്കണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ RCMന്റെ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇത് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഒരു സാധനവും തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പൊ പലപ്പോഴും പല സ്റ്റേറ്റുകളെയും നമ്മൾ എന്താ പറയുന്ന അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു, ആശ്രയിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ നിന്ന് അവരതൊരു വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു. നമ്മുടെ വീട്ടിലൊരു ചെറിയ ഒരു ചാമ്പ ഉണ്ടായി അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ നോക്കുന്ന പോലെ പോരാ. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് അതിനെ ഒരു ബിസിനസ് പോലെ ആക്കി മാറ്റി ഇവരത് കയറ്റുമതി ഇൻ ദ സെൻസ് നമ്മളുടെ കേരളത്തിലേക്കൊക്കെ കയറ്റി അയക്കുമ്പോൾ അവർക്ക് അത് കേടാവാതെയും അതിന് ഒരേ സമയം ഫലം പുറപ്പെടുവിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർ പല സാധനങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. പല പെസ്റ്റിസൈഡ്, പല കീടനാശിനികള്, പലതരം വളങ്ങള് എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഇത് പറ്റുള്ളൂ. അത് എന്ത് ചെയ്യും, അത് നമ്മളുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. ഞാനതിന്റെ ഫ്രൂട്ട്സിൽ ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു മുന്തിരി നട്ടു. നല്ല ആർത്തലച്ച് മുന്തിരി കയറി വന്നു, മുന്തിരിങ്ങ ഉണ്ടായി. ആക്ച്വലി അത് അവിടെയെങ്കിലും സ്ഥലമില്ലാണ്ട് ഞങ്ങളുടെ വീട്ടിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വന്നേക്കുവാണ്. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഇച്ചിരി സിറ്റി ഏരിയയിലായിരുന്ന സ്ഥലം വളരെ കുറവാണ്. അപ്പൊ അതിങ്ങനെ എല്ലാവരുടെയും മുറ്റത്തുനിന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ വളർന്ന് നീണ്ടു വന്നേക്കുവാ. അവിടെ നിന്ന് ആ മുന്തിരിങ്ങ ഒരു കൊല ഒരുപോലെ പഴുത്ത് കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൽ നിന്ന് 3ഓ 4ഓ എണ്ണം പഴുക്കും. ബാക്കിയുള്ളത് നമ്മൾ പറിച്ചു വെച്ചാലും, മീൻസ് ആ ഒരു കൊല അങ്ങനെ തന്നെ പറിച്ചു വെച്ചാലും ബാക്കിയുള്ളത് ജന്മത്ത് പഴുക്കൂല. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുന്തിരി എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എക്സ്പീരിയൻസാ പറയുന്നത്, മീൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ശരിക്കും പറഞ്ഞ വീഡിയോ നമുക്കിപ്പോ വേണമെങ്കിൽ അങ്ങോട്ട് തിരിച്ചാൽ നമുക്ക് കാണാം. ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. അത്രയ്ക്കും. അപ്പൊ ഇതൊക്കെ ഒന്നിച്ച് പഴുക്കാനായിട്ടും ഒന്നിച്ച് വിളവ് തരാനായിട്ടും എന്തോരം കെമിക്കൽ ആഡ് ചെയ്താലാ പറ്റുക. അപ്പൊ അത് ഉറപ്പായിട്ടും എന്ത് പറ്റും, ഫ്രൂട്ട്സ് കഴിച്ച് അതിൽ നിന്ന് ധാരാളം ജീവകങ്ങളും ധാതുലവണങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മള് ഈ പറയുന്ന വൈറ്റമിൻസും മിനറൽസും കിട്ടാൻ വേണ്ടി നമ്മള് ഫ്രൂട്ട്സ് കഴിക്കുമ്പം, പക്ഷെ ഇതിനപ്പുറമായിട്ട് ഉപയോഗിക്കുന്ന കുറേ തരം കെമിക്കലുകളുടെ പാർശ്വഫലങ്ങള് നമ്മുടെ ഉള്ളിലേക്ക്, കെമിക്കലുകൾ ചെല്ലിയും അതിന്റെ പാർശ്വഫലങ്ങളായിട്ട് നമുക്കത് രോഗാവസ്ഥയിലേക്ക് നീണ്ടുപോവുകയും ചെയ്യുക. ഇത് ഘോരഘോരം പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. RCMകാരോടൊന്നും അറിയാമെങ്കിൽ പോലും ഇതൊക്കെ അനുഭവം വരുമ്പോ നമ്മള്, അല്ലെങ്കിൽ കൺമുന്നിൽ കാണുമ്പോൾ നമ്മൾ ഓർത്തു പോവുക, പറയാതെ പറ്റില്ല. അതുപോലെ ഓയിൽ ബേസ്ഡ്, നമ്മൾ എപ്പോഴും നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിനെ പറ്റി പറയുമ്പോൾ നമ്മള് മറ്റു ഓയിലുകളുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മായം ചേർത്ത മറ്റു ഓയിലുകൾ, ചക്കിലാട്ടി വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ പോലുള്ള പ്രശ്നം നമുക്കറിയാം. അപ്പൊ പാം ഓയിലിന്റെ കാര്യമാണ് ഇപ്പൊ ഇവിടെ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ എന്ത് കുക്ക് ചെയ്യാൻ നമ്മൾ എടുത്താലും ശരി, നമ്മൾ റോ ആയിട്ട്, അതായത് പച്ചയ്ക്ക് കഴിക്കാൻ പഴങ്ങൾ എടുത്താലും ശരി, വേവിക്കാതെ കഴിക്കാൻ എടുത്താലും ശരി, എന്നാ ഇനി നോൺ വെജ് കഴിക്കാന്ന് വിചാരിച്ചാലും ശരി, നമ്മൾ പാല് കഴിക്കാന്ന് വിചാരിച്ചാലും ശരി, ഏതിലും പ്രശ്നങ്ങളാണ്. അപ്പൊ പാക്കേജ്ഡ് ഫുഡിന്റെ കാര്യമാണെങ്കിൽ അതിലും പ്രശ്നം വരും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അത്
അതിനകത്ത് ചേർത്തിരിക്കുന്ന കണ്ടന്റുകൾ കേടാവാത്ത രീതിയിൽ ഈ ഐറ്റത്തിനെ കീപ്പ് ചെയ്യണം. അത് മാത്രമല്ല എന്താ പറയുന്ന ടേസ്റ്റ് എൻഹാൻസ് ചെയ്യണ രീതിയിൽ, ടേസ്റ്റ് കൂട്ടുന്ന രീതിയിലുള്ള സാധനമായിരിക്കണം. ഇപ്പൊ നമ്മള് ഈ ലേസ് കുട്ടികൾ കാണുമ്പോ തന്നെ വാശി പിടിച്ച് വാങ്ങിക്കും. വലിയവരും മോശമൊന്നുമില്ല, നമ്മൾ പിള്ളേരുടെ പേര് പറയുമെങ്കിലും അത് കഴിച്ച് തുടങ്ങുമ്പോഴല്ല, അതൊന്ന് കഴിച്ച് ഇറക്കുമ്പം വരുന്ന ഒരു ടേസ്റ്റ്. ഞാൻ കഴിച്ചിട്ടുണ്ട് ലേസ്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. അങ്ങനെ കഴിച്ച് ഇറക്കുമ്പോ ഉള്ള ആ ഒരു ടേസ്റ്റ് നമ്മളെ എന്തിനാ വീണ്ടും വീണ്ടും പ്രലോഭിപ്പിക്കുക ചെയ്യുന്നത്, എന്ത് വീണ്ടും വീണ്ടും ആ ലേസ് കഴിക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് ഓരോ ടേസ്റ്റ് എൻഹാൻസറുകളും. നമുക്ക് ഫീല് കിട്ടും എങ്ങനെ നമ്മളുടെ അതിന്റെ മണവും നമ്മളുടെ ടേസ്റ്റ് ബഡ്സ് രസമുകുളങ്ങളും കൂടെ രണ്ട് മൂക്കിനകത്തെയും വായിലെയും ആ നെർവ്സ് എന്ത് ചെയ്യും, നമുക്കത് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഫീൽ ഉണ്ടാക്കിപ്പിക്കും. ആ രീതിയിലാണ് പാക്കേജ്ഡ് ഫുഡ് കൂടുതലും വരുന്നത്. അവിടെയാ പ്രശ്നം വരുന്നത് നമുക്ക്. അതുപോലെ ഹോട്ടൽ ഫുഡിലാണെങ്കിലും അങ്ങനെ തന്നെയാ വരുന്നത്. ഇപ്പം മീനൊക്കെ വറക്കുന്നത് നമുക്ക് എവിടുന്നേ കേൾക്കാം. നമ്മുടെ വീട്ടിൽ മീൻ വറക്കണ പോലത്തെ ഒരു ഫീൽ അല്ല, അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിൽ മീൻ വറക്കുമ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ അല്ല ഹോട്ടലുകളിൽ വറക്കുമ്പോ, അല്ലെങ്കിൽ ചിക്കനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വല്ലാത്ത വ്യത്യാസം. കാരണം ഇതിനകത്തൊക്കെ ആ ഒരു ടേസ്റ്റ് എൻഹാൻസറും നമ്മളെ അങ്ങനെ അത് കൂടുതൽ കഴിക്കാൻ പ്രലോഭിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ഫുഡ് ഇൻഡസ്ട്രി, അതായത് ഭക്ഷണം ഒരു വ്യവസായമായിട്ട് മാറിയത് കൊണ്ട് സംഭവിച്ചേക്കുന്നത്. ഇനി ജങ്ക് ഫുഡിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. കാരണം ജങ്ക് ഫുഡാണ് ഇപ്പൊ എല്ലാ പ്രശ്നവും. എല്ലാവരും ഘോരം പ്രസംഗിക്കും, പ്രസംഗം കഴിഞ്ഞ് പിന്നെ നമ്മളും പോയി ഇത് കഴിക്കും. അതിനകത്ത് എല്ലാവരും അത് പറയാൻ മാത്രം, പ്രവൃത്തിയിൽ വരുമ്പം ജങ്ക് ഫുഡ് ഈ പറഞ്ഞ ടേസ്റ്റ് കാരണം നമ്മൾ എല്ലാവരും കഴിച്ചു പോകും. ഇനി അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ സന്തോഷമായാലും വിജയമായാലും നമ്മളുടെ പൈസ, വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ വന്നാലും നമ്മളുടെ ഫാമിലിയും നന്നായിട്ടിരുന്നാലും നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മളുടെ ആ കരിയർ തന്നെ ഭയങ്കര നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാലും നമ്മളുടെ ആരോഗ്യമില്ല, നമ്മളുടെ ആരോഗ്യം പ്രോപ്പർ ആയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു എന്നുള്ളത് നമുക്കറിയാം. കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് വെൽത്തിനേക്കാൾ കൂടുതൽ ഹെൽത്ത് ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും RCMകാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കൂടുതലും RCMലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും RCMൽ ആക്റ്റീവായി നിൽക്കുകയും കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിക്കുകയും. അതായത് നമ്മൾ RCMൽ വന്നതിന് ശേഷം നമുക്കുണ്ടായ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജോലി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവാം പലരും. ആ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോ പോലും നമ്മൾ ഒപ്പം RCMന്റെ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടും RCMൽ വന്നത് കൊണ്ട് എന്ന് തന്നെ പറയാം, RCMൽ വന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മളുടെ ഇപ്പൊ ജീവിക്കുന്ന ഈ ജീവിതത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കും. കാരണം നമ്മൾ അങ്ങനെയുള്ള നല്ല നല്ല ക്ലാസ്സുകളും നല്ല നല്ല അറിവുകളുമാണ് നമ്മൾ നേടുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ അറിവുകൾ കിട്ടുന്നു, ഒപ്പം നല്ല പ്രൊഡക്റ്റുകളും നമുക്ക് അവൈലബിൾ. അറിവ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, അല്ലെ? അതിനൊപ്പമുള്ള പ്രൊഡക്റ്റുകളും RCMൽ അവൈലബിൾ ആണ്. RCMലെ ആ പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. നമുക്കറിയാം ആ പ്രൊഡക്റ്റ് അല്ലാതെ വേറെ ഒന്നും നമുക്ക് വേണ്ട എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ, ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ തന്നെ സാധാരണ ജനങ്ങൾ RCMനെ അറിയാത്ത ജനങ്ങൾ, അറിഞ്ഞിട്ടും വേണ്ടാത്ത ആൾക്കാരെല്ലാം ഈ ജങ്ക് ഫുഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഘോരം വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ ഹെൽത്തിന്റെ വല്ല കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അവിടെയും ഘോരം എല്ലാവരും പ്രസംഗിക്കും. എന്നിട്ട് ആ ഒരു മീറ്റിംഗിൽ വിളമ്പുന്നത് എന്നതായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, അല്ലെ? ഇനി ആശുപത്രികളിൽ എന്നതാ, ഒരു ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റ്, വയറിന്റെ പ്രശ്നവും കൊണ്ടുള്ള ഡിപ്പാർട്ട്മെന്റിലാണ്. അവിടെ പോയിട്ട് ഡോക്ടറെ കാണാൻ നിൽക്കുമ്പം തൊട്ടിപ്പുറത്ത് തന്നെ എന്താണ്, അവിടെ ഫുഡ്, അതായത് ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കൊടുക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും. അവിടെ കൊടുക്കുന്നത് എല്ലാം ഈ പറയുന്ന ബർഗറോ സാൻഡ്വിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും വളരെ ഡീപ് ഫ്രൈഡ് ആയിട്ടോ അങ്ങനെയൊക്കെയാ പോകുന്നത്. അല്ലെങ്കിൽ ബേക്ക്ഡ് ഐറ്റം, എന്തെങ്കിലും ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ചേർന്നതോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഗുണമുള്ള ഒരു സാധനവും ഒരുപക്ഷെ അവിടെ കാണില്ല. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോ അവിടെ ഫ്ലഡ് വന്നായിരുന്നു. മീൻസ് 2018 ഫ്ലഡ് വന്നപ്പോ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ ഇൻഡസ്ട്രി ഒന്ന് മാറി, ഞാനിപ്പോ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് കമ്പനിയുടെ, ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ക്ലിനിക്കൽ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോ ഇതിനു മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്ലഡ് വന്നപ്പോ കുറച്ചധികം ആളുകൾ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, ദൈവമേ ആശുപത്രി അടച്ചാലും അവിടുത്തെ ആ ഒരു പാരഗൺ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്, അത് അടയ്ക്കല്ലേ.
എന്നാണ്. പാരഗൺ കുഴപ്പമെന്നല്ല ഞാൻ പറഞ്ഞത്. ആളുകളെ സംബന്ധിച്ച് ഫുഡിയാണ്. എല്ലാവരും ഫുഡിയാണ്. സോ ടേസ്റ്റ് ഉള്ള ജങ്ക് ഫുഡിലേക്ക് പോകാനായിട്ട് ഞാൻ പറഞ്ഞത് പാരഗൺ ജങ്ക് ഫുഡ് ആണെന്നല്ല, ഞാൻ എക്സാമ്പിൾ കോട്ട് ചെയ്തതാണ്. ആളുകളുടെ ആ ഒരു രീതി ഞാൻ പറഞ്ഞത്. അപ്പൊ ടേസ്റ്റ് ഉള്ള ജങ്ക് ഫുഡൊക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം പോകുന്ന സാധനം അത്. അപ്പൊ ആളുകൾ കൂടുതലും അങ്ങോട്ടേക്ക് ആകൃഷ്ടരായി പോകുമ്പോ എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പോവാത്തെന്ന് ചോദിച്ചാൽ ബിക്കോസ് ഓഫ് RCM ഒള്ളി. നമ്മൾ RCMൽ വന്നു എന്നുള്ളത് കൊണ്ട്, ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയത് കൊണ്ട് മാത്രം. അപ്പൊ അതുകൊണ്ട് ഈ സമയം ഞാൻ വീണ്ടും നോബൽ സാറിന് നന്ദിയോടുകൂടി ഓർക്കാണ് RCM ഞങ്ങളുടെ ഫാമിലിയിലേക്ക് തന്നതിന്. TCGനെ ഓർക്കുന്നു. അതുപോലെ ഓരോരുത്തരെയും നമ്മൾ ആ ഒരു നന്ദി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഫീലിൽ നമ്മൾ ഓർത്തേ മതിയാവുള്ളൂ. സോ അപ്പൊ ഇനി ഗുഡ് ഡോട്ട് പ്രൊഡക്റ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് റേഞ്ചുകൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് അറിയാം, വെജിറ്റേറിയൻ ബൈറ്റ്സ്, പ്രോട്ടിസ്, ഗുഡ് സിപ്പ്, നൂഡിൽസ്, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ബിരിയാണി, അതുപോലെ തന്നെ സൂപ്പ് ഐറ്റംസ്, പക്കോറ, അതുപോലെ അതിന് പറ്റിയ കറി പേസ്റ്റുകൾ, മസാല, ഇതെല്ലാം പക്കോറ മസാല, അതുപോലെ ഓരോന്നും പ്രോട്ടീസിന്റെ മസാല. അപ്പൊ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് എത്ര പേര്, എസ്പെഷ്യലി പുതിയതായിട്ട് RCMൽ ജോയിൻ ചെയ്ത എത്ര പേര് ഇത് അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ട് ഇതിൽ ആരെങ്കിലും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ പ്രൊഡക്റ്റ് റേഞ്ച് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്ന അത്രയും പ്രൊഡക്റ്റ് റേഞ്ച് ഇതിനകത്ത് പോവുകയാണ്. ഇപ്പൊ വെജിറ്റേറിയൻ ബൈറ്റ്സിന്റെ നല്ലൊരു ഇമേജ് ഉണ്ട് ഇതിന്റെ അകത്ത്. ഹൈ പ്രോട്ടീൻ എന്ന് അതിൽ തന്നെ കാണാം. നിങ്ങൾക്കറിയാം, ഒരു പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിന്റെ ലേബലിംഗില് എന്താണോ ആ പ്രൊഡക്റ്റിൽ ഉള്ളത് അത് മാത്രമേ ലേബൽ ചെയ്യാൻ അവകാശമുള്ളൂ ആ കമ്പനിക്ക്, അല്ലെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറർക്ക്. അതിലല്ലാതെ വേറെ എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ശിക്ഷാർഹമാണ്. അവിടെയാണ് വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയേ, റെഡി ടു കുക്ക് ഹൈ പ്രോട്ടീൻ ആണ് എന്ന് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചോളൂ. അതെന്താണ്, ഞാനിത് കഴിക്കുമ്പം എനിക്ക് വേണ്ട പ്രോട്ടീൻ ഇതിനകത്തുനിന്ന് എനിക്ക് കിട്ടും എന്നുള്ളത് കമ്പനി അഷ്യൂർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അങ്ങനെ വെറുതെ എഴുതി വെക്കാനായിട്ട് റൈറ്റും ഇല്ല. സോ അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ നോക്കിയാൽ കാണാം. 100% വെജിറ്റേറിയൻ ആണ്. നമുക്കത് അതിന്റെ മറ്റേ ഇമേജിൽ തന്നെ അത് കാണിക്കുന്നുണ്ട്. ഒരു എന്താണ്, ഗുഡ് ഡോട്ടിന്റെ എല്ലാം നമുക്കറിയാം 100% വെജിറ്റേറിയൻ ആണ്. ഒരു മീറ്റ് ലൈക്ക് ടെക്സ്ചർ ആണ് അതിന് മെയിൻലി. നമുക്ക് എടുത്ത് കാണുമ്പോൾ അതൊരു പച്ചക്കറി വേർഷൻ അല്ല നമുക്ക് തോന്നുന്ന, ഒരു മീറ്റിനോടൊരു സാദൃശ്യ തോന്നുന്നത്. അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല. പോഷകങ്ങൾ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യമേ കണ്ടു തന്നെ കഴിഞ്ഞു ഹൈ പ്രോട്ടീൻ ഉണ്ടെന്നുള്ളത്. കുക്ക് ചെയ്യാം, നേരെ എടുത്ത് കുക്ക് ചെയ്യാവുന്ന ഫോമിലാണ് അത് ഇരിക്കുന്നത്. നമുക്ക് ഒരു വർഷത്തേക്ക് അത് കേടാവാതെ ഇരിക്കും. അത് വേഗൻ ഫുഡാണ്. ദാറ്റ് മീൻസ് അതിനകത്ത് വേറെ പ്രത്യേകിച്ച് പാലോ മുട്ടയോ അല്ലെങ്കിൽ മീറ്റിന്റെ പ്രോഡക്റ്റോ മീറ്റിന്റെ എസൻസോ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പൊ കംപ്ലീറ്റ്ലി വെജ് ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ വീഗൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, വെജ് ബൈറ്റ്സ് നമ്മൾ മീറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടീന്റെ ഹൈ പ്രോട്ടീൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ നോക്കാം. മീറ്റിനേക്കാളും, അതായത് മട്ടന്റെ ആയാലും ഫിഷിന്റെ ആയാലും ബീഫിന്റെ ആയാലും അതിന്റെ മീറ്റിനേക്കാളും കൂടുതൽ അളവിൽ എന്തടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ഏതിൽ അടങ്ങിയിട്ടുണ്ട്, വെജ് ബൈറ്റ്സിൽ അടങ്ങിയിട്ടുണ്ട്. 28 ഗ്രാമോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഒരു 100 ഗ്രാം നമ്മൾ വെജ് ബൈറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെ 28% എന്താണ്, പ്രോട്ടീൻ ആണ്. ആ സമയം മട്ടന്റെ മീറ്റോ അല്ലെങ്കിൽ ഫിഷ് മീറ്റോ ബീഫിന്റെ മീറ്റോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത്രയും ഇല്ല. 16, 17, 20 ഗ്രാം വരെ 20% അത്രേ വരുന്നുള്ളൂ. കലോറി ആണെങ്കിൽ കലോറി നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് ഊർജ്ജമായിട്ട് സംഭരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് ആക്ടിവിറ്റി വഴി. അപ്പൊ അത് എത്രത്തോളം ആ ഊർജ്ജം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം, അയ്യോ ഇത് കുറവാണല്ലോ എന്ന്. നമ്മളെ സംബന്ധിച്ച് മാക്സിമം ഒരു 1800 അല്ലെങ്കിൽ 2200 2500 കാലറി മതി ഒരു ദിവസമെങ്കിൽ നമ്മൾ കഴിക്കുന്ന സ്നാക്സിൽ നിന്ന് തന്നെ അതിൽ കൂടുതൽ കാലറി വരുന്നുണ്ട് പലപ്പോഴും. അപ്പോ നമ്മളെ സംബന്ധിച്ച് കാലറി കുറഞ്ഞിട്ടിരിക്കുന്ന ഫുഡ് എടുക്കുകയാണ് സത്യം പറഞ്ഞപ്പോ നല്ലത്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാവർക്കും പഴയ കാലത്ത് നിന്ന് കുറവാണ്. കൊളസ്ട്രോളിന്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഇറച്ചി കഴിക്കുമ്പോൾ നമുക്കറിയാം കൊളസ്ട്രോൾ കൂടുതൽ വരാനുള്ള, അതിനകത്ത് മൃഗക്കൊഴുപ്പ് കൂടുതലാണ്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ തന്നെ ആ മൃഗക്കൊഴുപ്പ് കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു ചാൻസ്, നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ വെജ് ബൈറ്റ്സ് കഴിക്കുമ്പോൾ ഒന്നുമില്ല, 0.
കാൽഷ്യം നോക്കിയേ, കാൽഷ്യം ആവശ്യമാണെന്നുള്ളത് നമ്മൾ കുഞ്ഞുനാള് മുതലേ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോൾ നമ്മളോട് പാല് കുടിക്കാൻ പറയും. നമ്മുടെ വീട്ടിലെ പശു, അതുകൊണ്ട് തന്നെ പാല് കാച്ചി തരും, അത് കുടിക്കാൻ പറയും. പല്ലിന് വേണം, എല്ലിന് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പുറകെ കിടന്ന് നമ്മളോട് പാല് കുടിക്കാൻ പറയും. അപ്പോ കാൽഷ്യം അത്രയ്ക്കും അത്യന്താപേക്ഷിതമാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും, എസ്പെഷ്യലി സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും, അല്ലെ? അപ്പോ ആ കാൽഷ്യത്തിന്റെ അളവ് നിങ്ങൾ നോക്കിയാൽ തന്നെ വെജ് ബൈറ്റ്സ് കണ്ണും പൂട്ടി വാങ്ങിക്കും. വേറെ ഒന്നും നിങ്ങൾ നോക്കൂല. കാരണം നോക്കിയ 101 കിടക്കുന്നേ. ഫൈബർ അത് നമുക്കറിയാം, അതായത് മീറ്റിലൊന്നും ഫൈബർ ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒപ്പം സാലഡ്സ് കുറെ കഴിക്കണം എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെല്ലാം നോക്കി ഏത് മീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 0 ആണ്, ഫൈബർ ഇല്ലേ ഇല്ല. പക്ഷെ വെജ് ബൈറ്റ്സിൽ അത് 4.5 കൊടുത്തിട്ടുണ്ട്, 4.6 എന്ന് പറയാം അപ്രോക്സിമേറ്റ്ലി. അപ്പൊ ടോട്ടൽ ഫാറ്റ് ആണെങ്കിൽ ഇതിനകത്ത് കുറഞ്ഞാ നിൽക്കുന്നത്. ആ സമയം മട്ടലിനകത്തൊക്കെ ആണെങ്കിലും ബീഫിനകത്തൊക്കെ ആണെങ്കിലും ഫാറ്റിന്റെ അളവ് വളരെ കൂടുതലാണ്. നമുക്കറിയാം ഫാറ്റ് കൂടുതൽ, മൃഗക്കൊഴുപ്പ് കൂടുതൽ അകത്ത് ചെന്ന് കഴിഞ്ഞ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കേൾക്കുന്ന കാര്യമാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ച് എന്നിരുന്നാൽ പോലും നമ്മൾ ഒരിക്കലും ഒരിക്കലും മീറ്റ് വേണ്ടാന്ന് വെക്കൂ, അങ്ങനെ ഒന്നും ചെയ്യില്ല കേരളത്തിലെ ജനത. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ വെജ് ബൈറ്റ്സ് പല ടേസ്റ്റുകളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതല്ല, ഇപ്പൊ ഏഴേകാലിന്റെ ക്ലാസ് തന്നെ നമ്മൾ കേട്ടായിരുന്നു, ഓരോ തരം കുക്കിംഗ് റെസിപ്പീസും നമുക്ക് പലപ്പോഴായിട്ട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടാറുണ്ട്. പല ഷെഫ്മാരും നമുക്ക്, ഗുഡ് ഔട്ട് ഷെഫ്മാരും നമുക്കുണ്ട്. അപ്പോ എസ്പെഷ്യലി ക്രിസ്റ്റീന മാഡത്തിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ അത് പോവുകയാണ്. അപ്പൊ പല രീതിയിൽ വെജ് ബൈറ്റ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വെറൈറ്റി ഓഫ് ഡിഷസ് നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു 8 ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ദെൻ നമ്മള് വെജ് ബൈറ്റ്സ് നമുക്ക് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബിസിനസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും ഇത് ലാർജ് സ്കെയിലിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെ? ഹോട്ടലുകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ കല്യാണ പരിപാടിയിലോ ഒക്കെ നമുക്കിത് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന അതിന്റെ ബിസിനസ് നമുക്ക് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് അതുപോലെ തന്നെ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് പ്രോട്ടിസ്. പ്രോട്ടിസിനകത്ത് ഞാൻ വീണ്ടും പറയുന്നത് നോക്കിയാൽ ലേബൽ ചെയ്തേക്കുന്ന നോക്കിയാൽ അവര് ഹൈ ഇൻ പ്രോട്ടീൻ, ഹൈ ഇൻ ഡയറ്ററി ഫൈബർ, ഹൈ ഇൻ കാൽഷ്യം. നമുക്ക് അത്യാവശ്യം പ്രോട്ടീനും ഫൈബറും അതുപോലെ കാൽഷ്യവും ഇതിന്റെ അകത്ത് വളരെ റിച്ച് ആണ്. ഇത് ഒരു സ്റ്റഡിയാണ്. അതുപോലെ വേറൊരു സ്റ്റഡി ഉണ്ട് ഇതിനകത്ത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇൻ ഇന്ത്യ കാണിക്കുന്നത്. വേറൊരു സ്റ്റഡിയിൽ പറയുന്നുണ്ട് 70% ആൾക്കാർക്കും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട് ഇന്ത്യയിലെ. ഇതിനകത്ത് ഇപ്പൊ വെജ് നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരിലെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആയിട്ട് വളരെ തിരിച്ചു കാണിച്ചിട്ടുണ്ട്. കാരണം നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് ഇച്ചിരി കുറവാണ് കമ്പയർഡ് ടു വെജ് മാത്രം കഴിക്കുന്നവർക്ക്. അപ്പോ വെജ് മാത്രം കഴിക്കുന്നവരിൽ 84% ആൾക്കാരിലും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അതായത് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി ഞാൻ വേറൊരു സ്റ്റഡി കണ്ടത് 70% ആൾക്കാർക്കും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇന്ത്യയിലുണ്ട്. അതിൽ കൂടുതലാണ് ഈ കണക്കിൽ കാണുന്നത്. അതിൽ വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണം, 90% ആൾക്കാർക്കും എനിക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് അറിയില്ല. ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള ആളുകളിലെ ഈ 70% ആൾക്കാരിലെ 90% ആൾക്കാർക്കും എന്താ അറിയില്ലാത്ത, അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ എങ്ങനെ സൊല്യൂഷൻ എങ്ങനെ വരാനാ? ഇതെല്ലാമാണ് ഇന്ത്യയിലെ കണക്കാണ് ഈ സൂചിപ്പിക്കുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ മിൽക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം പ്രോട്ടീന്റെ ഓപ്ഷനാ കാണിക്കുന്നത്. നമ്മൾ പാല് കുടിച്ചാലോ, നമ്മൾ തൈര് കഴിച്ചാലോ, ബട്ടർ കഴിച്ചാലോ, ചീസിനകത്ത് പനീറിനകത്തും കമ്പയർഡ് ടു കുറച്ചുകൂടെ കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പം ഈ പ്രോട്ടീന്റെ അളവ് എത്രയുണ്ടെന്നാണ് നമുക്ക് ഇതിനകത്തു നിന്നല്ല ഈ സ്ലൈഡിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാവുന്നത്. പക്ഷെ നമ്മൾ അനിമൽ പ്രോട്ടീൻ, അതായത് നമ്മൾ ഈ മീറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ കിട്ടും. എന്നാലും ആലോചിക്കണേ, നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടു അത് മീറ്റ് കഴിക്കുന്നവരിലും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രിചാർജ് ഒക്കെ അത്ര കാര്യമായിട്ട് തന്നെ ആ ക്ലാസ്സുകളിൽ ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നത്. ഇതിൽ നോക്കിയേ, ഹൈ കൊളസ്ട്രോൾ, അതായത് മീറ്റ് കഴിക്കുമ്പോഴത്തേനും കൊളസ്ട്രോൾ കൂടും, അതറിയാം, എല്ലാവർക്കും അറിയാം. ഡയറ്ററി ഫൈബർ ഇല്ല, അറിയാം എല്ലാവർക്കും. സാച്ചുറേറ്റഡ് ഫാറ്റ് ഹൈ ആണ്, അറിയാം. ഇതൊക്കെ അറിയാം. മീറ്റിന്റെ ദൂഷ്യവശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആരും ഉപേക്ഷിക്കില്ല. കേരളത്തിൽ ആരും അത് ഉപേക്ഷിക്കാൻ പോണില്ല എന്നുള്ളത് നമുക്ക് കുറെയൊക്കെ അറിയാം. RCMൽ ആരെങ്കിലും ഉപേക്ഷിച്ചാലായി, അല്ലാണ്ട് കേരളത്തിലെ ഡയറക്റ്റ് മറ്റുള്ള മനുഷ്യരോട് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് അറിയാന്നേ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഇതിൽ ഞാനൊരു പ്രാക്ടിക്കൽ സൈഡാ പറയുന്നത്. ആർക്കെങ്കിലും ഒക്കെ എതിർപ്പുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നു വളരെ ചെറിയ പേഴ്സന്റ് ആൾക്കാർ വല്ലവരും ഉപേക്ഷിച്ചാലേ ഉള്ളൂ, അല്ലാതെ കേരളത്തിൽ ആരും ഇത് ഉപേക്ഷിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതുപോലെ ആന്റി ഓക്സിഡൻസ് വളരെ കുറവാണ്. ആന്റി ഓക്സിഡൻസ് എന്താണെന്ന് ഞാൻ ഇനി ഈ ക്ലാസ്സിൽ പറയേണ്ടതുണ്ടെങ്കിൽ, ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ
നമുക്ക് ദോഷകരമായിട്ടുള്ള ഫ്രീ റാഡിക്കലുകൾ ധാരാളം ഉണ്ടാവും. അതെങ്ങനെയാ? നമ്മളുടെ ഭക്ഷണത്തിന്റെ ഉപാപചയ പ്രവർത്തനം, മെറ്റബോളിക് ആക്ടിവിറ്റിയിലൂടെ ഉണ്ടാവുന്നതാണ് ഈ ഫ്രീ റാഡിക്കൽ. അതുകൂടാതെ ഇപ്പൊ ആഡ് ഓൺ ആയിട്ട് നമ്മുടെ പൊല്യൂഷൻ ഒരു കാരണമാണ്, നമ്മുടെ സ്ട്രെസ്, ടെൻഷൻ, ഉത്കണ്ഠ, ഈ കാരണങ്ങളെല്ലാം ഒരു കാരണമാണ്. നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ അത് കൂടുതൽ കാരണമാവുന്നു. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ഇംഗ്ലീഷ് മെഡിസിൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോന്നും നമ്മൾ എടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ നമ്മുടെ ശരീരത്തിൽ ദൂഷ്യമായിട്ട് ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കലുകളുടെ എണ്ണം കൂടുന്നു. ആക്ച്വലി ബോഡിയിൽ ഉണ്ടാവുന്ന ഈ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കാൻ, അതായത് നല്ല ഫുഡൊക്കെ കഴിച്ചാൽ പോലും ഉപാപചയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഒരു ഇച്ചിരി അളവിൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും, നമുക്ക് ദോഷമുള്ള സാധനമാണ്. അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ ഒരു സാധനം ചെല്ലും, അതാണ് ആന്റി ഓക്സിഡന്റ്, എസ്പെഷ്യലി പച്ചക്കറികളിൽ നിന്നൊക്കെ. അതുപോലെ ശരീരം ചെറിയ രീതിയിൽ ഉണ്ടാക്കുകയും ചെയ്യും ആന്റി ഓക്സിഡന്റിനെ. അപ്പൊ അത് ചെന്നിട്ട് ഈ കാക്ക പരിസരം വൃത്തിയാക്കണ പോലെയോ അല്ലെങ്കിൽ ഒരു ബോംബിനെ നിർവീര്യമാക്കണ പോലെ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഈ ആന്റി ഓക്സിഡന്റ് ഉള്ള ഒരു കഴിവാണ് ഈ ഫ്രീ റാഡിക്കലിനെ നിർവീര്യമാക്കി കളയുക എന്നുള്ളത്. അപ്പൊ ആ ഫ്രീ റാഡിക്കലിനെ നിർവീര്യമാക്കാൻ കഴിവുള്ള ആന്റി ഓക്സിഡന്റുകൾ എന്തില് കുറവാണെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ മീറ്റ് കഴിക്കുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ അനിമൽ പ്രോട്ടീനിൽ നമുക്ക് എന്ത് കുറവായിരിക്കും? ഈ പറയുന്ന ആന്റി ഓക്സിഡന്റ് കുറവായിരിക്കും. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കലുകളുടെ എണ്ണം കൂടിയാല് നിങ്ങൾ എവിടെ വേണമെന്ന് വായിച്ചു നോക്കുക, ബേസിക് റൂട്ട് കോസ്, മൂല കാരണം, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ, ജീവിതശൈലി രോഗങ്ങളുടെ മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളുടെ എണ്ണം ക്രമാതീതമായി കൂടുമ്പോഴാണ്. അങ്ങനെയാണ് ജീവിതശൈലി രോഗങ്ങളായ ഹാർട്ട് അറ്റാക്കിലേക്കോ അതുപോലെ തന്നെ ഡയബറ്റിസ് വന്നിട്ട് അതിന്റെ ബാക്കി പ്രശ്നങ്ങളിലേക്കോ എല്ലാം നീണ്ടുപോകുന്ന, അല്ലെങ്കിൽ ക്യാൻസറിലേക്കോ ഇതിലേക്കൊക്കെ നീണ്ടുപോകുന്നതിന്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഈ ഫ്രീ റാഡിക്കലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ മീറ്റ് കഴിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് കിട്ടുന്നില്ല, അത് വളരെ കുറവാണ് ആന്റി ഓക്സിഡൻസ്. പക്ഷെ നമ്മളൊരു ബാലൻസ്ഡ് ഫുഡ് കഴിക്കുമ്പോഴത്തേനും നമ്മളുടെ പച്ചക്കറികളിൽ നിന്നെല്ലാം ഇത് കിട്ടുന്നു. അപ്പൊ അതങ്ങനെ കറക്റ്റ് ചെയ്ത് പോകുന്നു. പഴയ തലമുറയ്ക്കൊക്കെ അവരും ധാരാളം മീറ്റ് കഴിച്ചതല്ലേ ഇപ്പൊ എന്നാ പ്രശ്നം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവരൊപ്പം തന്നെ എന്ത് ചെയ്യുമായിരുന്നു? അവരുടെ ജീവിതശൈലിയും നല്ലതായിരുന്നു. എന്താണ്, അവരൊപ്പം തന്നെ ധാരാളം പച്ചക്കറിയും കഴിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ നമ്മളടക്കമുള്ള പുതിയ തലമുറയിൽ എന്നാ സംഭവിച്ചേക്കുന്നത്? കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഏതിലേക്കായിരിക്കും? ടേസ്റ്റ് ഉള്ള ഫുഡിലേക്കായിരിക്കും, അല്ലെ? സോ ഇനി ആന്റിബയോട്ടിക്സ്, ഹോർമോൺസിന്റെ ഒക്കെ അളവ് ഇച്ചിരി കൂടുതലാണെന്നുള്ളത് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോ പ്രോട്ടീസിന്റെ പ്ലസ് എന്നാണ്? നമുക്ക് ഹൈ പ്രോട്ടീൻ ഉള്ള പ്രോട്ടീസ്, ആ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെ? ഹൈ പ്രോട്ടീൻ ഉള്ള ഈ പ്രോട്ടീസ് എന്ന് പറയുന്ന നമ്മുടെ ഗുഡ്ഡോട്ടിന്റെ വളരെ നല്ലൊരു പ്രോഡക്റ്റിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ കൊളസ്ട്രോൾ 0 ആണ്. നമ്മൾ വെജ് ബൈറ്റ്സിലും കണ്ടു. ഹൈ പ്രോട്ടീൻ ആണ്, ഹൈ ഡയറ്ററി ഫൈബർ ആണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, പ്രൊഡക്റ്റ് ലേബൽ ചെയ്തിട്ടുണ്ട്. വേഴ്സറ്റൈൽ ആണ്, കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം കുക്ക് ചെയ്യാനും എളുപ്പമാണ്, വേഴ്സറ്റൈൽ, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിനെ മാറ്റാൻ പറ്റും. എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് മെയിൻ കോഴ്സ് ഫുഡിലേക്ക് ആഡ് ചെയ്യണോ? ചെയ്യാം. അതായത് നമ്മളുടെ ബിരിയാണി പോലെ ആക്കണോ? അങ്ങനെ ആക്കാം. അല്ല സ്നാക്സ് മതിയോ? വേണ്ട, കറി വേണോ? ഏത് രീതിയിലേക്ക് നമുക്ക് അതിനെ ഫുഡാക്കി മാറ്റാവുന്ന ഒരു സാധനമാണ് എന്ത്? പ്രോട്ടീസ്, നമ്മളുടെ ഗുഡ്ഡോട്ടിന്റെ പ്രോട്ടീസ്. അപ്പൊ എല്ലാ വീട്ടിലും ഇത് നമ്മളുടെ മിക്കവർക്കും ഡിസ്പ്ലേ വാൾ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അവരുടെയൊക്കെ ഡിസ്പ്ലേ വാളില് പ്രോട്ടീസ് സ്റ്റോക്ക് ആയിട്ടുണ്ടോ? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരെണ്ണം തീർന്നു കഴിഞ്ഞാൽ അടുത്തത് എടുക്കണം നമുക്ക്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണം. നമ്മളുടെ കയ്യിൽ അത്രയേറെ പ്രോട്ടീസിന്റെ ഒരു പ്ലസ് ആണ്. നല്ല ഗുണമുള്ള സാധനങ്ങൾ നമ്മൾ കയ്യിൽ വെക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അത് ഉപയോഗിക്കുന്നുണ്ടോ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. പല പിള്ളേരുടെയും സ്കൂളുകളിൽ ഇപ്പം പതുക്കെ സ്ട്രിക്റ്റ് ആക്കി തുടങ്ങി. നിങ്ങൾ നോക്കിയാൽ കാണാം, പലയിടത്തും വെജ് ഫുഡ് മതി എന്ന് പറയും. അതായത് ഉച്ച സമയത്തെങ്കിലും കുട്ടികൾ അല്പം വെജിറ്റബിൾസ് അവരുടെ അകത്ത് ചെല്ലട്ടെ എന്ന് കരുതിയിട്ട് വെജ് ഫുഡ് മതി എന്ന് പറയും. അപ്പൊ നമുക്കിത് നമ്മൾ എല്ലാ ദിവസവും ഈ പ്രോട്ടീസ് ഉപയോഗിക്കാന്ന് വെച്ചാൽ തന്നെ അത് ഒരേ രീതിക്ക് കുക്ക് ചെയ്താൽ പറ്റത്തില്ല, അല്ലെ? അപ്പൊ അതാണ് ഈ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, സ്കൂളിൽ പോണ കുട്ടികളൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിലാണ് പോണേന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചിലർക്ക് ലഞ്ചിന് വെജ് മതി എന്ന് പ്രിഫർ ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നമുക്ക് പല രീതിയിൽ കുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു ഐറ്റം ആണ് ഈ പ്രോട്ടീസ്. അപ്പൊ പ്രോട്ടീസ് നമ്മൾ മറ്റു സാധനങ്ങളുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടീസിൽ നമ്മളുടെ പ്രോട്ടീന്റെ അളവ് നോക്കിയേ, 49.16, അതായത് 49.2 ഗ്രാമും അതിന്റെ, അതായത് 50% എന്താണത്? പ്രോട്ടീനാ.
ആ പ്രോട്ടിസോറിനെ എടുത്തു നോക്കിയാൽ അതിന്റെ 50% പ്രോട്ടീനാണ്. അത്രയും നമുക്ക് റിച്ച് ആയിട്ടുള്ളതാണ്. അതാണ് ഹൈ ഇൻ പ്രോട്ടീൻ എന്ന് എഴുതിയേക്കുന്നത്. അത് വേറെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നോക്കിയോ, ചീരയോ വെണ്ടയ്ക്കയോ അതുപോലെ തന്നെ ഓരോ പച്ചക്കറികളോ അതുപോലെ പരിപ്പോ എടുത്തു നോക്കിയേ, 1/3 വരുന്നുള്ളൂ. ചിക്കനിൽ 27 ഗ്രാം വരെ എത്തിയിട്ടുള്ളൂ അല്ലെ. എല്ലാവരുടെയും ഇഷ്ടവിഭവമായിട്ടുള്ള നോൺ വെജ് കഴിക്കുന്നവരുടെ ഇഷ്ടവിഭവമായിട്ടുള്ള ചിക്കനിൽ പോലും 27 ഗ്രാം ആണ് ഉള്ളതെങ്കിൽ പ്രോട്ടീസിൽ നമുക്കത് നോക്കിയേ 50, അതായത് പകുതിയോളം പ്രോട്ടീൻ. ഒരു 100 ഗ്രാം എടുക്കുമ്പോൾ അതിന്റെ പകുതിയോളം പ്രോട്ടീൻ ആണ് നമുക്ക് കിട്ടുന്നത് അതിൽ നിന്ന്. അതുപോലെ തന്നെ ഫൈബർ അത്യാവശ്യം വേണ്ടതാണ്, ദഹനത്തിന് ഫൈബർ അത്യാവശ്യം വേണ്ടതാണ്. ഈ ഫൈബർ മെയിൻലി എന്തിനു വേണ്ടിയിട്ട്, അതിന്റെ ഗുണങ്ങൾ എന്നാക്കിയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഫൈബർ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളില് നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം അന്നജം, കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ കൊഴുപ്പും എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നുണ്ട് അല്ലെ. നമ്മളുടെ ആമാശയത്തിൽ വെച്ച് ദഹനം സംഭവിച്ചു. ദഹിപ്പിക്കുക അല്ലെ, നമ്മൾക്ക് ദഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലയിച്ചു ചേരുക ഒരു അർത്ഥത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അത് ബ്ലഡിലേക്ക് ആഗീരണം ചെയ്യപ്പെടാൻ പാകത്തിന് നമ്മുടെ വയറ്റിലും അല്ലെങ്കിൽ നമ്മുടെ ചെറുകുടലിൽ അത് സജ്ജമായി കഴിഞ്ഞു. അങ്ങനെ ബ്ലഡിലേക്ക് ഈ കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ പെട്ടെന്ന് കയറി പോകാൻ പാടില്ല. എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ അന്നജം. അത് ഷുഗർ പരുവത്തിലാണ് ഇരിക്കുന്നത്. പഞ്ചസാര പോലെ ചെറിയ ചെറിയ കണികകളായിട്ട്, പഞ്ചസാര പോലെയല്ല, ചെറിയ ചെറിയ കണികകളായിട്ടാണ്, ഗ്ലൂക്കോസ് പോലെ, ഗ്ലൂക്കോസ് എന്ന് പറയില്ലേ. അപ്പൊ ആ ഗ്ലൂക്കോസ് ആയിട്ടാണ് കയറുന്നതെങ്കിൽ അത് പെട്ടെന്ന് ഭക്ഷണം കഴിച്ച ഉടനെ ഒറ്റയടിക്ക് കയറി പോകാൻ പാടില്ല. ഇല്ല, അണക്കെട്ട് പൊട്ടിച്ചിട്ട് വിടണ പോലെ എന്ന് പറയുന്ന പോലെ, വെള്ളം പൊളിച്ചു വിട്ടണ പോലെ എന്ന് പറയുന്ന പോലെ കയറി പോകാൻ പാടില്ല. അത് വളരെ പതുക്കെ 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 ആവശ്യാനുസരണേ കയറാവുള്ളൂ. അപ്പൊ അവിടെ സഹായിക്കുന്നതാണ് ഈ ഫൈബർ. ഫൈബർ ഒരു വേലി പോലെ, അതായത് ചെറിയ ചെറിയ ഇങ്ങനെ ഒരു കവചമായിട്ട് നിന്നിട്ട് ആവശ്യത്തിന് മാത്രം അകത്തേക്ക് കയറ്റിവിടും ഈ ഗ്ലൂക്കോസിനെയൊക്കെ. അതൊരു റോളാണ്. ഇനി രണ്ടാമത്തെ റോളാണ്, നമ്മൾക്കറിയാം നമ്മളുടെ ഈ അഹങ്കാരം പിടിച്ച നമ്മുടെ ശരീരം നമ്മൾ വിചാരിച്ചാൽ മാത്രം നിൽക്കൂല. നമ്മുടെ കുടലിനകത്ത് ധാരാളം എന്തുണ്ട്, നമ്മളുടെ സെല്ലിനേക്കാളും കൂടുതൽ എണ്ണത്തിൽ ബാക്ടീരിയകളുണ്ട്, നല്ല ബാക്ടീരിയകളുണ്ട്. അപ്പൊ എത്രയോ ടൈപ്പ് ബാക്ടീരിയകൾ, ഒന്നും രണ്ടും ഒന്നല്ല, പലതരം ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആ ബാക്ടീരിയക്ക് വേണ്ട ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണം, അതാണ് ഈ ഫൈബർ. പ്രീബയോട്ടിക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കണം. അപ്പൊ അത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പ്രോട്ടീൻ നമ്മൾ ഓൾറെഡി കണ്ടു. മീറ്റിൽ ഒന്നിലും ഫൈബർ ഇല്ല എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ ചിക്കനിൽ 0 പരിപ്പിലൊരു 3.45, അതായത് 3.5 ഗ്രാം ഉണ്ട്. ഉരുളക്കിഴങ്ങ് എടുക്കുകയാണെങ്കിൽ 2.2 ഗ്രാം, അതായത് ഒരു മിനിമൽ അളവില് ഉണ്ട്. പക്ഷെ ഈ പ്രോട്ടീസിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് 100 ഗ്രാം പ്രോട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 16.2 ഗ്രാമോളം എന്തുണ്ട്, ഫൈബർ ഉണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ദിവസം കിട്ടേണ്ട ഫൈബറിന്റെ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു ഈ ഒരു പ്രോട്ടീസ് കഴിക്കുവാണെങ്കിൽ. ദെൻ പ്രോട്ടീസും പല രൂപത്തിൽ, നേരത്തെ നമ്മൾ കണ്ട് വേഴ്സറ്റൈൽ ആണ്, പല രീതിയിൽ ഉണ്ടാക്കാം. മെയിൻ കോഴ്സ് ഫുഡ് ആയിട്ട് വേണോ, അതോ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതില് ഞാനൊരു ബിരിയാണി മാത്രമേ പറഞ്ഞുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നോക്കിയ ദോശ, അതായത് പനീർ ദോശ എന്നൊക്കെ പറയുന്ന പോലെ പ്രോട്ടീസ് ദോശ, അതുപോലെ ആലു പൊറാത്ത എന്ന് പറയുന്ന പോലെ പ്രോട്ടീസ് പൊറാത്ത, ഇങ്ങനെ തുടങ്ങി പലതരം മെയിൻ ഫുഡുകളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കറികളായിട്ട് പ്രോട്ടീസ് ചില്ലി, ഗോബി മഞ്ചൂരിയൻ എന്ന് പറയുന്ന പോലെ പ്രോട്ടീസ് മഞ്ചൂരിയൻ, അങ്ങനെ ഓരോ ചില്ലി ഗോപി എന്ന് പറയുന്ന പോലെ പ്രോട്ടീസ് ചില്ലി, ഇങ്ങനെ പല സാധനങ്ങൾ. ഇനി പിള്ളേർക്ക് സാൻഡ്വിച്ച് എന്നുള്ള രൂപത്തിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലൂടെ സാധിക്കും. അങ്ങനെ അതുപോലെ കുൽഫി ആയിട്ട് ഉണ്ടാക്കാം. നോക്കി ഡെസേർട്ട് തുടങ്ങി ഒരു വൈഡ് റേഞ്ച് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. ഇനി ഇഷ്ടം പോലെ വരാനുണ്ട്. നമ്മുടെ ഷെഫുമാര് ഇതിനകത്തുണ്ട്. അവർ ഇതിനകത്തൊക്കെ ടൈപ്പ് ചെയ്ത് ഇടുമായിരിക്കും ഏതൊക്കെ ടൈപ്പ് സാധനങ്ങൾ ഇത് വെച്ചുണ്ടാക്കാം. ഇന്ന് കണ്ടായിരുന്നല്ലോ ഒരു പനിയാരം ഉണ്ടാക്കുന്ന, അതെനിക്ക് തോന്നുന്ന പുതിയൊരു സംഭവമായിട്ട് ഇന്നാ വന്നേന്ന് തോന്നുന്നു. ഇങ്ങനെ വെറൈറ്റി ദിനം പ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഓരോരോ പുതിയ പുതിയ റെസിപ്പീസ്. ഇനി ഗുഡ് സിപ്പ് ഈ എനിക്കറിയാം നമ്മൾ RCM വളരെ ആക്റ്റീവായിട്ടും RCM അത്രയേറെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗുഡ് സിപ്പും കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവാതെ ഇരുന്നിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ അത് കഴിച്ചു നോക്കിയിട്ടുണ്ടെന്നല്ല, നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവാതെ ഇരുന്നിട്ടുണ്ടാവില്ല എന്ന്. നിങ്ങൾക്ക് കമന്റിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, യെസ് ഓർ നോ അല്ലെങ്കിൽ തംസപ്പ് എന്തെങ്കിലുമൊക്കെ ഇടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുഡ് സിപ്പിന്റെ പവർ അത്രമേലുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ വീട്ടില് എന്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. അവര് കുറെ ദൂരം യാത്ര ചെയ്ത്, വളരെയേറെ ദൂരം യാത്ര ചെയ്ത്
വന്നു, വേറൊരു സ്ഥലത്ത് പോയി, അവിടെ നിന്ന് അവർക്ക് എന്ത് പറ്റി, എന്തോ ഫുഡ് ഇൻഫെക്ഷനോ എന്തൊക്കെയോ പറ്റി, അവർക്ക് ഛർദിയായി, പ്രശ്നങ്ങളായി. ഞാന് വീട്ടിലില്ല, വീട്ടില് എനിക്ക് തോന്നുന്നത് മോളുണ്ടെന്ന് തോന്നുന്നു. അവരെന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അപ്പോഴത്തേനും അവര് ഡൗൺ ആയി. ഞാൻ ഓർക്കുന്നു, അവരടുത്തുള്ള ഞങ്ങളുടെ വീടിന്റെ അടുത്ത് കുറച്ചങ്ങ് മാറി ഏതോ ഒരു ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് ഡ്രിപ്പ് ഇടുക എന്തോ ചെയ്തു. ഡ്രിപ്പൊക്കെ ഇട്ട് കുറച്ചൊന്ന് ഉഷാറായി കഴിഞ്ഞപ്പോൾ വീണ്ടും പോന്നു. എന്തോ മരുന്നും കൊടുത്തായിരുന്നു. അവരെ മരുന്ന് കഴിച്ചിട്ട് വീണ്ടും ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേനും അവർ അതും ഛർദ്ദിച്ചു. എന്നിട്ട് എങ്ങനെയൊക്കെയോ, അതൊരു 2 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ അവര് വീട്ടിലെത്തി. ഇവിടെ വരുമ്പം എന്റെ മോള് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവര് വന്ന് ഇവിടെ കിടന്നു. മോള് ഇച്ചിരി ചെറുതാന്ന്. അപ്പൊ ഇവിടെ വന്ന് കിടന്നു അവര്. ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോ അമ്മ അങ്ങനെ വല്ലാണ്ട്, ആ അമ്മ പ്രായമുണ്ട്, ഒരു 59-60 വയസ്സുണ്ട്. ആ അമ്മ അങ്ങനെ വല്ലാണ്ട് ക്ഷീണമായിട്ട് കിടക്കുക. നിന്റെ തോളിൽ കിടന്ന ബാഗ് ഞാൻ എന്റെ കയ്യിൽ നിന്ന് മാറ്റിയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കണു. ഞാൻ വേഗം ഗുഡ്സിപ്പ് എടുത്ത് കലക്കി അമ്മയ്ക്ക് കൊടുത്തു. നല്ല രീതിയിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി ഞാൻ നല്ല രീതിയിൽ വെള്ളം ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഞാനും കൊടുത്തു. അമ്മ കുടിക്ക്, ക്ഷീണം കുറയൂന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അത്രയും വരെ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് അത്രയ്ക്കും ഫീൽ ആയി പോയി. ഞാൻ എന്നിട്ട് തിരിച്ച് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മാക്സിമം ഞാൻ നോക്കുമ്പോ അമ്മ എഴുന്നേറ്റ് വന്നേക്കുക. എന്റെ മോളെ ഇപ്പൊ ഇച്ചിരി ഉഷാറായിട്ടുണ്ടടാ, നല്ല ആശ്വാസമുണ്ട്, നല്ലൊരു എനർജി തോന്നുന്നു. ഈ അമ്മ എന്ന് പറഞ്ഞ ഈ 59-60 വയസ്സുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഡാൻസ് കളിക്കാൻ വരെ മുന്നോട്ട് നിൽക്കുന്ന ടീമാ, നമ്മളെക്കാളും ഉഷാറാ. ആ അമ്മയാണ് അങ്ങനെ അടിഞ്ഞു കിടന്നത്. ആലോചിച്ച് നോക്കണേ. അപ്പൊ അത്രക്കേറെ പവർഫുൾ ഇമ്പാക്റ്റ് ഉള്ള പവർ പാക്കാണ് നമ്മുടെ ഈ ഗുഡ്സിപ്പ്. അപ്പോ ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, പല സ്റ്റഡീസും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മള് ഒരു ഇന്ത്യയില് അല്ലെങ്കിൽ ഇന്ത്യയില് ഈ ഇങ്ങനത്തെ പാനീയങ്ങൾ കുടിക്കുന്നതിന്റെ പെർസെന്റേജാ കാണിച്ചേക്കുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഈ കോൾഡ് ഡ്രിങ്ക്സ്, അതിന്റെ ഒരു എന്നാ പറയുന്നത്, അതിന്റെ ഒരു സീക്വൻസ് ഇച്ചിരി മാറിപ്പോയിണ്ട്, ക്ഷമിക്കണം. കോൾഡ് ഡ്രിങ്ക്സ് 6% ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. 2024 കണക്കായത്. നോക്കിയാൽ 6% ആൾക്കാരും ഏറ്റവും ഹാനികരമായിട്ടുള്ള, എല്ലാം നല്ലതെന്ന് നമ്മൾ പറയുന്ന, ഇതിനകത്ത് ഭയങ്കര ഹാനികരമായിട്ടുള്ള ഈ കൊക്കക്കോള, പെപ്സി ഒക്കെ പോലത്തെ, ഞാൻ ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം, മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സുകള് കുടിക്കുന്നവര് 6%. ഞാൻ പലപ്പോഴും എന്റെ ജോലിയുടെ പ്രത്യേകത കൊണ്ട് ഞാനിപ്പം നല്ല രീതിയിൽ യാത്ര ചെയ്യുന്ന ആളാ. അപ്പൊ നമ്മുടെ കയ്യില് വെള്ളമോ അതിനകത്ത് ചിലപ്പോ പഞ്ചതുളസിയോ അല്ലെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഗുഡ്സിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഞാൻ നോക്കുമ്പോ പലപ്പോഴും ചെറുപ്പക്കാരുടെ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പം നമ്മൾ പുറകോട്ടിടുന്ന ബാഗാണ്. അതിന്റെ സൈഡിൽ ഒരു സൈഡ് കുടയും ഒരു സൈഡ് വെള്ളം കുപ്പിയായിരിക്കും. ആ വെള്ളം കുപ്പിയുടെ സ്ഥാനത്ത് ഇപ്പൊ ഞാൻ പലപ്പോഴും വിഷമത്തോടെ കാണുന്ന ഒന്നല്ലെങ്കിൽ സ്പ്രൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കൊക്കക്കോള ആയിരിക്കും ഈ പിള്ളേരുടെ കയ്യില്. ദാഹിക്കുമ്പോ ഇവര് കുടിക്കുന്നത് ഈ സാധനമാ. ഈ 6% എന്നുള്ളതൊക്കെ 2024 ഇത്രയൊന്നുമല്ല, അതിന്റെ 2026 ഈ കണക്കല്ല, അതിന്റെ മേലെ എനിക്ക് നല്ല ഉറപ്പാ. അതുമല്ല ഇന്ത്യയുടെ മൊത്തം കണക്കായതുകൊണ്ടാണ് ഇത്ര കുറവെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഇത്രയും യാത്രയും ഞാൻ കാണുന്ന സത്യങ്ങളാ. പുതിയ ജനറേഷൻ ദാഹിക്കുമ്പോൾ കുടിക്കാൻ എടുക്കുന്ന സാധനമാണ് ഞാൻ ഈ പറഞ്ഞ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഞാൻ ബ്രാൻഡ് ഉപയോഗിക്കുന്നില്ല ഇനി. അപ്പൊ ഈ കോൾഡ് ഡ്രിങ്ക്സ് നിങ്ങൾക്ക് അറിയാലോ, പണ്ടൊരിക്കൽ ഒരു സംവിധായകനാന്ന് തോന്നുന്നു, സിനിമാ സംവിധായകൻ, അഭിനേതാവല്ല, മരിച്ചുപോയി. അധികം പ്രായമില്ലാത്ത ഒരാൾ മരിച്ചുപോയി. അപ്പൊ ലിവർ സിറോസിസ് ആയിരുന്നു പ്രശ്നം. അപ്പൊ എല്ലാരും പറഞ്ഞ സിനിമാ ഫീൽഡല്ലേ, എങ്ങനെ മരിക്കാതിരിക്കും, ലിവർ സിറോസിസ് എങ്ങനെ വരാതിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അയാളെ അടുത്തറിയാവുന്നവർക്ക് അറിയാമായിരുന്നു അയാള് വെള്ളം അടിക്കില്ലായിരുന്നു, മീൻസ് ആൽക്കഹോൾ ഉപയോഗിക്കില്ലായിരുന്നു, ഹോട്ട് ഡ്രിങ്ക്സ് എടുക്കില്ലായിരുന്നു. പക്ഷെ അയാള് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഈ പറഞ്ഞ കൂട്ട് സാധനങ്ങളാണ് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു ആനുപാതിക കണക്കാണ് ഈ കാണിക്കുന്നത്. അതായത് കൃത്യം 10 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കൃത്യം 20 മിനിറ്റ് കഴിയുമ്പോൾ എന്നല്ല കേട്ടോ. ഈ സ്ലൈഡ് പ്രകാരം ഞാൻ താഴെ റെഡിങ്കിൽ അതാ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മള് ഇനിയിപ്പം അതുപോലെ തന്നെ ഞാൻ വേറൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഞാൻ ഈ പറഞ്ഞ ബ്രാൻഡുകളിൽ പെട്ട അതിലെ ഒരു ബ്രാൻഡിന്റെ ഒരു മെയിൻ CEO പോലത്തെ ഒരാളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അയാളത് കഴിക്കൂല. കാരണം തന്നെ ഇയാൾക്ക് അറിയാം ഇതിനകത്ത് എത്രത്തോളം ഷുഗർ കയറി വരുന്നുണ്ട് ഒരു ക്യാനിൽ എന്നുള്ളത് ഇയാൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് വലിയ വിശ്വാസക്കുറവൊന്നുമില്ല. കാരണം ഞാൻ സൈറ്റുകളിൽ പരതിയിട്ടും കിട്ടിയതാണ്, ഞാൻ പിന്നെ ആ ഇന്റർവ്യൂ കണ്ടതുമാണ്. അപ്പൊ ഒരു 10 സ്പൂൺ ഷുഗർ എന്താ പറയുന്ന ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ ബ്ലഡിലേക്ക് കയറുന്ന ഒരു അവസ്ഥയിലോട്ട് അങ്ങനത്തെ സാധനമാണ് ഇത്. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ, കറക്റ്റ് ടൈമല്ല ഞാൻ ഓൾറെഡി പറയുന്നു, ഇൻസുലിൻ കൂടുതൽ വേണ്ടി വരും. കാരണം എന്നാ, ഈ ഇൻസുലിൻ എന്നതിനാ നമ്മളുടെ ബ്ലഡിലേക്ക് കയറിയ, അവിടെ ഫൈബർ ഒന്നും ഇല്ലല്ലോ, ബ്ലഡിലേക്ക്
പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്ത് കയറും. ആ ബ്ലഡിലേക്ക് കയറിയ ഷുഗറിനെ മുഴുവൻ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? ഇൻസുലിനാണ്. അപ്പൊ പാൻക്രിയാസ് പോയിട്ട് പാൻക്രിയാസ് ഇൻസുലിൻ ഉണ്ടാക്കും. എന്നിട്ട് ഇൻസുലിനാണ് ഈ മധുരക്കട്ടയും ചുമന്നുകൊണ്ട് എല്ലാ സെല്ലിന്റെ വാതിലിലും പോയി മുട്ടുന്നത്. തുറക്ക് നിങ്ങൾക്ക് ഈ സെൽ എന്ത് വേണ്ടേ, ഗ്ലൂക്കോസ് വേണ്ടേന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇൻസുലിന്റെ അളവ് ക്രമാതീതമായിട്ട് കയറി പോകും. അപ്പൊ അതിനെ സംബന്ധിച്ച് ബാക്കി ആഫ്റ്റർ എഫക്റ്റുകൾ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഡയബറ്റീസിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ റെസിസ്റ്റൻസ് ഫോമിലേക്ക് പോകും. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വേറെ ഇതിന് തന്നെ വരുന്ന ഒരു പ്രശ്നമാണ്, ഇതുപോലത്തെ ഡ്രിങ്കുകൾ കഴിക്കുമ്പോൾ കഫീൻ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ കയറ്റിയെടുക്കും കുറച്ച് കഴിയുമ്പോൾ. അതായത് ഒരു 40 മിനിറ്റ് ഒക്കെയാണ് ഒരു കണക്കാണ്, ഓരോ മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഒരു 40 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേന് എന്ത് പറ്റും? BP ഷൂട്ടപ്പ് ആവാൻ തുടങ്ങും. ഇതൊന്നും പക്ഷെ പുതിയ തലമുറയില് ഇച്ചിരി ആരോഗ്യമുള്ള ഒരു അവസ്ഥയിൽ അറിയാൻ പോണില്ല. അവിടെയാ പ്രശ്നം വന്നത്. ഇനി ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും ഈ സാധനത്തിനകത്ത് ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, നിങ്ങൾ അത് നോക്കിയാൽ അറിയാം. അതിനകത്ത് എഴുതിയേക്കുന്ന പല കണ്ടന്റുകളും വേറെ കോഡായിരിക്കും. ആ കോഡ് നിങ്ങളൊന്ന് എനിക്ക് എന്റെ കാണാതെ ഈ ഫോസ്ഫോറിക് ആസിഡിന്റെ കോഡ് അറിയായിരുന്നു, ഇപ്പൊ ഞാൻ മറന്നുപോയി. ആ കോഡ് നിങ്ങളൊന്ന് നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ കണ്ടന്റ് ഏതാന്നുള്ളത്. അതിൽ ഒരെണ്ണം ഫോസ്ഫോറിക് ആസിഡാ. ഫോസ്ഫോറിക് ആസിഡ് കുറച്ച് കോൺസെൻട്രേഷൻ കൂട്ടിയെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്റ്റെയിൻ ഒക്കെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതായത് കറ, തുരുമ്പായിട്ടില്ല, ആ തുരുമ്പിന് മുന്നുള്ള ഒരു അവസ്ഥയില്ലേ, ആ ഒരു ഇതിനെയൊക്കെ ഈ വണ്ടീനെയൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാം ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് ഈ KFC പോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഒപ്പം തന്നെ ഇച്ചിരി കൊക്കക്കോളയും സോഫ്റ്റ് ഡ്രിങ്ക് നമുക്ക് കിട്ടേണ്ട, അതിനകത്ത് ഫോസ്ഫോറിക് ആസിഡ് ഉണ്ടാവും. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുന്നത്, ഈ KFC പോലത്തെ സാധനങ്ങൾ കംപ്ലീറ്റ്ലി കുക്ക്ഡ് ആയിരിക്കില്ല. സോ അപ്പൊ കുറച്ചുകൂടെ ദഹനം എളുപ്പമായി കിട്ടും ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാല്. നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്റ്റഡീസ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാം. പക്ഷെ ഫോസ്ഫോറിക് ആസിഡ് ചെന്ന് കഴിയുമ്പോൾ എന്നതാ സംഭവിക്കുന്നത്? നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ബലത്തിന് കാലക്രമേണ ക്ഷയിപ്പിച്ച് കളയും. ഓൾറെഡി ക്ഷയിക്കും. കാരണം എന്നാ, നമുക്ക് വൈറ്റമിൻ ഡി പ്രോപ്പർ ആയിട്ട് കിട്ടണില്ല, നമ്മൾ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കണില്ല, വൈറ്റമിൻ ഇയുടെ അളവ് കുറവാണ്. ഇങ്ങനെ കുറെ ഇഷ്യൂസ് നമ്മളുടെ ഭാഗത്ത് നമ്മളായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെയാണ് ആഡ് ഓൺ ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇതേപോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സും മറ്റു കാര്യങ്ങളും എടുക്കുന്നത്. അപ്പൊ ഇതില് നമ്മള് ഈ പറയുന്ന കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതായതിനു ശേഷം നമുക്ക് വരുന്ന ഷുഗർ പ്രശ്നങ്ങൾ, അതായത് ടൈപ്പ് 2 ഡയബറ്റീസ്, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, അമിതവണ്ണം, ഇതിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുണ്ട് ഏത്? ഈ പറയുന്ന കോൾഡ് ഡ്രിങ്ക്സ് എടുക്കുന്നത് വഴി. അപ്പൊ അങ്ങനെ എടുക്കുമ്പോഴത്തേനും മരണനിരക്ക് ഈ കോൾഡ് ഡ്രിങ്ക്സ് കുടിച്ചു മരിച്ചു എന്നല്ല അപ്പൊ അതിന് വരുന്ന അർത്ഥം. അപ്പൊ എന്നതാ, ഇത് ലിങ്ക്ഡ് ആണ്. ഇതൊക്കെയാണ് വഴി തെളിക്കുന്നത് എന്തിലേക്ക്? മരണത്തിലേക്ക്. അപ്പൊ 1,84,000 ഡെത്ത് ആണ് വേൾഡ് വൈഡ്. ഇങ്ങനെ ഇതിനെ മാത്രം ബേസ് ചെയ്തിട്ട്, ഈ കോൾഡ് ഡ്രിങ്ക്സ് മാത്രം ബേസ് ചെയ്തിട്ട് വരും. അതുകൊണ്ട് ഈ പറയുന്ന അപകടങ്ങളിലേക്ക്, ഏത് അപകടങ്ങളിലേക്ക്? ഡയബറ്റീസ് കൂടി അതിന്റെ അനുബന്ധ പ്രശ്നങ്ങൾ, ഹാർട്ടിലെ പ്രശ്നം വന്നിച്ച് അതിന്റെ അനുബന്ധ പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങൾ, ഒബസിറ്റി കൂടിയിട്ട് പിന്നീടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ അവിടെ മൂല കാരണം എന്നതാ? വേറൊന്നുമില്ല, നമ്മൾ ഈ കുടിക്കുന്ന ദാഹം മാറ്റാൻ കുടിക്കുന്ന ഈ സാധനം, അതാണ് ഒരു മൂല കാരണമായിട്ട് വന്നേക്കുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ പറയും, ആ പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിനെ ഒക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ചിന്തിച്ചു നോക്ക് ഇതിന്റെ പ്രശ്നം. അപ്പൊ RCMലുള്ള നമ്മുടെ റോൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ നമ്മൾ ഗുഡ് സിപ്പ് ആവുമ്പോഴത്തേനും നാച്ചുറൽ ആയിട്ടുള്ള ഹെർബ്സ്, ഔഷധങ്ങൾ, അല്ലെങ്കിൽ നല്ല നല്ല ചെടികളുടെ സത്തുകള്, സ്പൈസസ്, അല്ലെ, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാമാണ് അതിന്റെ അകത്ത് അടങ്ങിയേക്കുന്നത്. അതുപോലെ വൈറ്റമിൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുടിക്കുമ്പോ നമുക്ക് മറ്റ് എന്താ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുമ്പോ കുറേ പഞ്ചസാര നമ്മൾ അകത്തോട്ട് എടുക്കണു, അല്ലെ. പക്ഷെ നമ്മള് ഗുഡ് സിപ്പ് കഴിക്കുമ്പോ നമ്മൾ എടുക്കുന്ന നല്ല നല്ല ഔഷധ ചെടികളുടെ സത്തുകളും നല്ല സ്പൈസസിൽ നിന്നുള്ള നല്ല സത്തുകളും കൂടാതെ കുറെ വിറ്റാമിൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. B12, D2, C, സിങ്ക്, ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലപോലെ നല്ല വൈറ്റമിൻസിനെ എല്ലാമാണ് നമ്മൾ ആഗിരണം ചെയ്യുന്നത്. നമുക്കത് ചൂട് വെള്ളത്തിൽ വേണമെങ്കിലോ കോൾഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ എങ്ങനെ വേണമെന്നാ നമുക്ക് കഴിക്കാം. അതുപോലെ വളരെ അഫോർഡബിൾ റേറ്റാ. നമ്മൾ ഒന്ന് പോയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്ന കാശ് എത്രയാന്ന് ചിന്തിച്ചു നോക്കുക. അത്രയേ ഉള്ളൂ. ഈ പറയുന്ന അത്രയും പോലും ഇല്ല നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു പാക്കറ്റ് ഗുഡ് സിപ്പിന്റെ വില വരുന്നത്. ഞാനിപ്പം ഇട്ടേക്കുന്ന വില നിങ്ങൾ ചിന്തിക്കേണ്ട, ഇത് MRP ആണോ, ഞങ്ങൾക്ക് ഇത്രത്തിനാണോ കിട്ടണേ? എനിവേ ഞാനത് ഒരു റേറ്റ് ഇട്ടൂന്നേ ഉള്ളൂ. സോ അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഗുഡ് സിപ്പ്, നമ്മള് ഇത്രയും നല്ല ഗുണങ്ങളുള്ള ഗുഡ് സിപ്പ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് 6% ആൾക്കാരും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ
1,84,000 പേരുടെ മരണത്തിന് ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് കാരണമാകുന്നുണ്ട് എങ്കിൽ ഈ ഒരു ചെറിയ സാക്ഷിയെ കൊടുത്ത് നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. ശരിയല്ലേ? നമുക്ക് ഉത്തരവാദിത്വമില്ലേ നമ്മളിത് അറിഞ്ഞ സ്ഥിതിക്ക്? അപ്പോ ഇനി നമ്മളെ സംബന്ധിച്ച് ഇതിന്റെയൊക്കെ വില ആർക്കും ഒരു പ്രശ്നമല്ല. ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒന്നും വില ആർക്കും വലിയ പ്രശ്നമല്ല. കാരണം ന്യൂ ജനറേഷൻ ആണ്. അവരെ സംബന്ധിച്ച് ആ റേറ്റ് നോക്കിയിട്ടൊന്നും വാങ്ങുന്ന ഒരു സാഹചര്യം അല്ല. അവരുടെ ജീവിത സാഹചര്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും റേറ്റ് എത്രയാന്ന് നോക്കി വാങ്ങുന്ന ഒരു കാലം നമ്മളോടുകൂടി മിക്കവാറും കഴിയും. അപ്പൊ റേറ്റ് പ്രശ്നമല്ല. ദെൻ സോ ഗുഡ്സ് ഇപ്പം പല രീതിയിൽ പല ടേസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം. തേൻ ചേർത്തിട്ടോ ലസ്സിയുടെ കൂടെയോ അല്ലെങ്കിൽ പാനിപ്പൂരി പോലത്തെ ഗുഡ്സിപ്പൂരിയോ അല്ലെങ്കിൽ ദഹി നല്ല എന്താണ് കട്ടിത്തൈര് അല്ലെ ആ രീതിയിലോ പിന്നെ സോഡ ചേർത്തിട്ടോ, സോഡ ചേർക്കുന്നത് അത്ര ഹെൽത്തി അല്ല, ഐസ് ക്യാൻഡി ആയിട്ടോ ടീ ആയിട്ടോ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പൊ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക് വേറെ ഒന്നും വേണ്ട, അത് അങ്ങനെ തന്നെ വെള്ളമാക്കി കുടിച്ചാൽ മതി എന്ന് ഞാൻ പറയും. ഓരോരുത്തരുടെ ഓരോ രീതിക്കുള്ള ഇഷ്ടങ്ങൾ അനുസരിച്ച്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് പല രീതിയിൽ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്ത വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, എല്ലാവരുടെ ഒരു ആഗ്രഹമായിരുന്നു നൂഡിൽസ്. നൂഡിൽസ് വന്നിട്ട് നമ്മളെ സംബന്ധിച്ച് നോക്കിയേ, ഇതിനകത്ത് ഏത് കണ്ണുകൊണ്ട് വേണമെന്ന് നിങ്ങൾക്ക് കാണാം. 7 crore ആൾക്കാരാണ്, 7 കോടി ആൾക്കാരാണ് ഒരു ദിവസം ഇന്ത്യയില് നൂഡിൽസ് കഴിക്കുന്നത്. കണക്ക് ശ്രദ്ധിക്കണേ, 7 കോടി ആൾക്കാരാണ് ഒരു വർഷമല്ല, ഒരു മാസമല്ല, ഒരാഴ്ചയല്ല, ഒരു ദിവസം 7 കോടി ആൾക്കാരാണ് നൂഡിൽസ് കഴിക്കുന്ന ഇന്ത്യയില്. ചിന്തിച്ചു നോക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഇത്രയും ആൾക്കാരിലോട്ട് നമ്മുടെ നൂഡിൽസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മ ഗുഡ് ഡോട്ട് ഫാക്ടറി എത്ര എണ്ണം തുടങ്ങേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ PV എവിടെ ചെന്ന് നിൽക്കുന്ന ഞാൻ ചിന്തിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ ഇത്രയേറെ. കാരണം അതിന്റെ ടേസ്റ്റ് നിങ്ങൾ എന്നാ പറഞ്ഞാലും പിള്ളേര് മാത്രമൊന്നും അല്ല അത് കഴിക്കുന്നത്, വലിയവരടക്കം എല്ലാവരും നൂഡിൽസ് ഇഷ്ടമുള്ളവരാ. 7 കോടി ആൾക്കാർ ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ് സാധ്യതയാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. ഒപ്പം തന്നെ ആലോചിക്കാം, ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ നൂഡിൽസ് സ്ഥിരം എടുക്കുമ്പോൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ അതിനൊരു ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മളുടെ ഗുഡ് ഡോട്ട് നൂഡിൽസ് നമുക്ക് വന്നത്. ആക്ച്വലി കുട്ടികളുടെ ആരോഗ്യത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും ഇപ്പൊ നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണ് നൂഡിൽസ്. ഇപ്പം എല്ലാവരും ട്രെയിൻഡും കൂടെയാ, പലരും ഇപ്പം എന്നാ ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ടും കൂടെ നൂഡിൽസ് എങ്ങനെ കഴിക്കാന്ന്, അതായത് പ്രൊഫഷണൽ വേയിലും കൂടെ കഴിക്കാൻ പാകത്തിനായി കഴിഞ്ഞു. അതായത് എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്നാ പറയുന്നത്, നൂഡിൽസ് ഒരു വിഭവമായിട്ട്. ഇപ്പൊ വലിയൊരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും നമ്മളൊക്കെ ആ സാധനം എടുക്കുവോ? നമുക്കിത് ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് ആ 2 കോല് പോലത്തെ സാധനം വെച്ചിട്ട് ഇത് കഴിക്കാറുമില്ല. പക്ഷെ ഇപ്പൊ പുതിയ ട്രെൻഡ് പിള്ളേർക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയാം, അവർക്ക് ഇതൊക്കെ അറിയാം. ആ രീതിയിൽ വളരെ കേരള പൊറോട്ട എന്ന് പറയുന്ന പോലെ ഇത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സാധനമായി കഴിഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അവിടെയാണ് നമ്മൾക്ക് വളരെ കുറച്ച് ആരോഗ്യം കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം പ്രോട്ടീനും ഉണ്ട്, അതിനകത്ത് തന്നെ ഗുണമുള്ളതെന്ന് വെച്ചാൽ സോൾട്ടിന്റെ അളവ് കമ്പാരിറ്റീവ്ലി കുറവാണ് നമ്മളുടെ നൂഡിൽസില്. ഇനി നോക്കിയേ, ഇതിനകത്ത് ചേർത്തേക്കുന്ന ഈ അജിനോമോട്ടോ പോലത്തെ സാധനങ്ങൾ നമ്മുടെ ചേർത്തിട്ടില്ല. നമുക്കറിയാം ഇപ്പൊ അജിനോമോട്ടോ ചെറിയ അളവിൽ ചേർക്കാം എന്നുള്ളത് റൂളാണ്, അല്ലെങ്കിൽ വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആണ്, ചെറിയ അളവിൽ ചേർക്കാം. പക്ഷേ അത് പലതീന്ന് മനുഷ്യർക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് ഈ ഇഷ്യൂസിലേക്ക് നീങ്ങുന്നത്. പലത് കഴിക്കുന്നതിൽ ഇപ്പൊ ഞാൻ ഒരു നൂഡിൽസ് കഴിച്ചു, ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ ലേസ് കഴിച്ചു, ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ വേറൊരു പാക്ഡ് ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കഴിച്ചു. അപ്പൊ അങ്ങനെ കഴിച്ച് അതിൽ നിന്ന് എല്ലാം കൂടെ കിട്ടി ഈ MSG, അതായത് ഈ MSG എന്ന് പറയുന്നത് ഈ അജിനോമോട്ടോ, നമ്മൾ സാധാരണ ഭാഷയെ പറഞ്ഞ അത് കിട്ടുമ്പോഴാണ് നമുക്ക് ഇഷ്യൂസിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ എന്ത് MSG അതായത് അജിനോമോട്ടോ ഇല്ല, പകരം അതിന്റെ അകത്ത് വേറെ കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് നമ്മള് ഇനി വേറൊരു ഗുണവും കൂടി ഉള്ളത്, നമ്മുടെ കയ്യിൽ പ്രോട്ടീനും ഉണ്ട്, ഒപ്പം തന്നെ ഫൈബറിന്റെ കണ്ടന്റ് കൂടുതലാണ്. അതിനകത്ത് ഈ സ്ലൈഡിൽ കാണില്ല, ഫൈബറിന്റെ കണ്ടന്റ് നല്ല രീതിയിൽ കൂടുതലാണ്. ഇവിടെ നോക്കിയേ, നമ്മളെ സംബന്ധിച്ച് അജിനോമോട്ടോയുടെ ടേസ്റ്റ് പോലെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എന്താ ആഡ് ചെയ്തേക്കുന്നത്? ഉമാമി എന്ന് പറയും. അതായത് നാച്ചുറൽ ആയിട്ട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ഉമാമി എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഇവിടെ എന്നാന്ന് നോക്കിയേ, കൂണിന്റെ പൊടിയാ, കൂണിന്റെ പൊടി.
പഴയ കാലങ്ങളിലൊക്കെ നമുക്ക് പറമ്പില് ഈ പറയുന്ന നമ്മുടെ കർക്കിടക മാസം അല്ലെങ്കിൽ മഴ പെയ്ത് തുടങ്ങണ പുതുമഴയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പതുക്കെ സ്ഥിരം മഴയായി കഴിയുമ്പോൾ നല്ല കൂണൊക്കെ കിട്ടും. പറമ്പ് കൂണ്, അരിക്കൂണ്, അങ്ങനെ പലതരം പേരുകളിൽ ഈ കൂണ് കിട്ടുമായിരുന്നു. ഭയങ്കര ഗുണമുള്ള സാധനം. അത് കാരണം തന്നെ കാരണവന്മാർ എന്ത് ചെയ്യും, അതിനെ തലേദിവസം രാത്രി കിട്ടണമെങ്കിൽ പോലും അതിനെ ഒരുക്കി പറക്കി എടുത്ത് അത് വറ്റിച്ചെടുത്ത് വെച്ചിട്ട് പിന്നെ അത് പിറ്റേ ദിവസം കറിയാക്കാൻ പാകത്തിന് അത് കളയില്ല. അതുപോലെ ഒരാള് ഒരു കൂണ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റേ ആളോട് പറയൂല. കാരണം അതങ്ങനെ എപ്പോഴും കിട്ടൂലാത്ത സാധനമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് മറ്റൊരാൾക്ക് പോവാതെ മാക്സിമം നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ എത്തിക്കാൻ പാകത്തിന് ഈ സാധനം പറയൂല. എവിടുന്ന് കിട്ടിയെന്നും പറയൂല. കാരണം പിറ്റേ ദിവസം അവിടെ തന്നെ ആ പരിസരത്ത് തന്നെ ഉണ്ടാവണ കാരണം അതും പറയൂല. അങ്ങനെയൊക്കെ ഭയങ്കര പ്രഷ്യസ് സാധനമാണ് ഈ കൂണ്. അപ്പോ ഈ കൂണിനെ അതിന്റെ പൗഡറാണ് ഈ പറയുന്ന ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനെ പറമ്പിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ പോലും കൃഷിയായിട്ട്, അതായത് കൂൺ കൃഷിയൊക്കെ വളരെ വ്യാപകമാണ്. അപ്പൊ അങ്ങനെ ആ കൂണെടുത്തിട്ട് അതിന്റെ പൗഡർ ആഡ് ചെയ്തിട്ടാണ് ടേസ്റ്റ് എൻഹാൻസർ ആക്കി വെച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കൂണിൽ നിന്നുള്ള ആ പോഷകങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു. അതാണ് അതിന്റെ പ്ലസ് ആയിട്ട് വരുന്നത്. ഈ നൂഡിൽസ് ഭയങ്കര വെറൈറ്റിയിൽ ഉണ്ടാക്കാം. അത് നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ പിള്ളേർക്ക് അറിയാം. ഇതിൽ തന്നെ ഒരു 8 വെറൈറ്റിയോളം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെജ് ബിരിയാണി, നമ്മളെ ഏറ്റവും എളുപ്പമുള്ള പരിപാടി, നേരെ കുക്കറിനകത്തേക്ക് ഇടുക, ഒരു 2.5 കപ്പ് വെള്ളം ഒഴിക്കുക, 5 വിസിലടിച്ചു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പാകത്തിന്. അല്ലെങ്കിൽ ഇതിനെ വേറെ പല വെറൈറ്റിയിലും ഉണ്ടാക്കിയെടുക്കാം. ഇതെല്ലാം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കിൻവയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, അതായത് ഏറ്റവും നമ്മളെ പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ട ഏറ്റവും ബേസ് സാധനമാണ് അമിനോ ആസിഡ്. അതിന്റെ എല്ലാത്തരം അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് കിൻവയിലൊക്കെ. അതുപോലെ തന്നെ സോയയും പീ പ്രോട്ടീനും എല്ലാം അടങ്ങിയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ കൊളസ്ട്രോളും കുറവാണ്, കൊളസ്ട്രോൾ 0 കിടക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ തന്നെയാണ് പെട്ടെന്ന് നമുക്ക് ഒട്ടും സമയമില്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് നല്ലൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് നമുക്ക് ഇതിനെ കിട്ടും. അതുപോലെ സൂപ്പൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഹോട്ടലുകളിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പക്ഷെ വീടുകളിലൊക്കെ വളരെ ഇതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സൂപ്പും അവൈലബിൾ ആണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ആയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ തരം പെർട്ടിക്കുലർ ഒന്നും ഒരു ദോഷകരമല്ലാത്ത സാധനങ്ങളാണ് ഇതിന്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ഉണ്ടാക്കാനും വളരെ എളുപ്പം. അതുപോലെ തന്നെ പ്രോട്ടീൻസിന്റെ മസാലയൊക്കെ ഉള്ളപ്പോഴത്തേനും നമുക്ക് ആ ഒരു ഡിഫറെന്റ് ടേസ്റ്റ്, നമ്മൾ എത്ര നോക്കിയാൽ ഈ ടേസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല. നമ്മൾ വിചാരിച്ചിട്ട് ഈ മസാലക്കൂട്ട് ഉണ്ടാക്കാൻ നോക്കിയാൽ. അപ്പൊ ഇതെല്ലാം നമുക്ക് റെഡി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒന്നിച്ച് കഴിക്കാൻ പാകത്തിന് കറി പേസ്റ്റ്, അതുപോലെ തന്നെ ബൈറ്റ്സ് മസാല, ഈ 3 ടൈപ്പ് സാധനങ്ങളും നമുക്ക് ടേസ്റ്റി ആയിട്ടും ബട്ട് ഹെൽത്തി ആയിട്ടും, എന്നാൽ ഹെൽത്തി ആയിട്ടും കൂടെ നമുക്ക് കഴിക്കാൻ പാകത്തിന് നമ്മുടെ ഗുഡ് ഡോട്ട് നമുക്ക് തരുന്നുണ്ട്. ധാരാളം സർട്ടിഫിക്കേഷൻസ്, എത്രത്തോളം സർട്ടിഫിക്കേഷൻസ് മാൻഡേറ്ററി ആണോ അതിന് മേലെയും കൂടെ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടാണ് നമ്മുടെ ഗുഡ് ഡോട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കേഷൻസ് കിട്ടാൻ എളുപ്പമല്ല. എസ്പെഷ്യലി FDA എന്നൊക്കെ എഴുതിയേക്കണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് പാടത് കിട്ടാനായിട്ട്, ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ. സോ അപ്പോ നമ്മളെ സംബന്ധിച്ച് വളരെ ട്രസ്റ്റ് ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്ന സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഗുഡ് ഡോട്ട് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോ ഇനി നമുക്ക് ഇതിന്റെ ഒരു സാധ്യതകളിലേക്ക് നോക്കാം. അപ്പോ ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് കേരള അറ്റ അടി കിടപ്പുണ്ട്. ഇതിന്റെ കണക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ആൾക്കാരുടെ എണ്ണം ഓരോ സ്റ്റേറ്റിലും എത്രയാണെന്നാണ്, പെർസെന്റേജ് എത്രയാന്നുള്ളത് 2026 കണക്ക്, ഏറ്റവും പുതിയ കണക്കാ. അത് നോക്കിയ കേരളത്തില് പ്യൂർ വെജിറ്റേറിയൻ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3% ഉള്ളൂ. അപ്പോഴാണ് ഇവിടെ നമുക്ക് വരുന്ന പ്രശ്നം. എല്ലാ പ്രോഡക്റ്റും ഉണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ ഇവിടെയുള്ള എല്ലാവരും ഇറച്ചി മീനും ഇല്ലാതെ ചോറൊന്നുമില്ലല്ലോ. കണ്ടില്ലേ, കണക്ക് തന്നെ സൂചിപ്പിക്കണ 3% ഉള്ളൂ. ഇതാണ് എക്സ്ക്യൂസ്. RCM ചെയ്യാൻ എക്സ്ക്യൂസ് ഉള്ളവരുടെ ആദ്യത്തെ വർത്താനം ഇതായിരിക്കും. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയ്ക്കും നോൺ വെജിന്റെ കേന്ദ്രമായിട്ടുള്ള കേരളത്തില്, അതായത് 97% പേരും പ്യൂർ വെജ് അല്ലാത്തവരാണ്. വെജും നോൺ വെജും ഒക്കെ കൂടെ കഴിക്കുന്ന ആൾക്കാരാണ്. എത്ര വെജിറ്റേറിയൻ ഹോട്ടലാ എന്റെ വീടിന് ചുറ്റും, ഈ കൊച്ചിയില് എന്റെ വീടിന് ചുറ്റും മൊത്തം എഴുതിയിട്ടൊന്നുമില്ല. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്കുകളാണ് ഹോട്ടലിന്റെ പേരുകളെ ഞാൻ ഇട്ടാണ്. നോക്കി, വെറുതെ 1 മിനിറ്റ് പോലും എടുക്കണ്ട, നമുക്കിതൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരാം. ആര്യാസ് ഉണ്ട്, ശരവണ ഭവൻ ഉണ്ട്, അംബിസാമി ഉണ്ട്, ഉടുപ്പി ഹോട്ടലുണ്ട്, അഭിരാമി, വൃന്ദാവൻ, അനുഗ്രഹ, സരോവരം, ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെയും ബ്രാഞ്ചസ് നിങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ വേറെ ഒരു ബ്രാഞ്ചെങ്കിലും അല്ലെങ്കിൽ ഒരെണ്ണെങ്കിലും നിങ്ങൾ താമസിക്കുന്നിടത്ത് ഉണ്ടാവൂലോ, അല്ലേ? അപ്പൊ ഇതെന്നെ കൂട്ടി പോവാത്ത ഈ 3% ആൾക്കാർ മാത്രമേ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതെന്നെ കൂട്ടി പോവാത്ത, ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഇങ്ങനെ പറയണവർക്കുള്ള ഉത്തരം ഇതല്ലേ? ഇവർക്ക് എത്ര ബ്രാഞ്ചാണല്ലേ? ഈ ശരവണ ഭവനൊക്കെ എവിടുന്ന് വന്ന് തമിഴ്നാട്ടിൽ നിന്ന് കണ്ട് വന്ന സാധനമല്ലേ?
ഇവിടെ എത്ര ബ്രാഞ്ചുള്ള മുട്ടിന് എറണാകുളം ജില്ലയിൽ തന്നെ എത്ര എണ്ണം ഉള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ഏരിയയിലും തൃശ്ശൂരുണ്ട്, അല്ലെങ്കിൽ ഓരോ ഏരിയ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ചിന്തിച്ചു നോക്കുക. അപ്പം വെജിറ്റേറിയൻ ആണ് വെജ് ബൈറ്റ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഗുഡ് ഡോട്ട് വെജിറ്റേറിയൻ ആണെന്നും പറഞ്ഞ അതിനെ കേരളത്തിൽ മാറ്റി ഇവിടെ അങ്ങോട്ട് ചെലവാവില്ല എന്ന് പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല. ഈ പറയുന്ന നമ്മളും വെജ് ഹോട്ടലിലെ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നമ്മളും കഴിക്കാറുള്ളവരാ. അപ്പൊ വെജിറ്റേറിയൻ പോപ്പുലേഷൻ 3% ഉള്ളൂ, നോൺ വെജുകാരാണ് കൂടുതല്. വെജിറ്റേറിയൻ ഹോട്ടലുകൾ പക്ഷെ എന്നാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈ ടേൺ ഓവറും അവർക്ക് ഭയങ്കര പ്രോഫിറ്റും നല്ല വരുമാനം അവർക്ക്. പല സ്ഥലത്തും വണ്ടിയിടാൻ സ്ഥലമില്ല. ഇപ്പം നമ്മളുടെ എറണാകുളത്ത് തന്നെ വൃന്ദാവിന്റെ ഒക്കെ മുന്നിൽ വണ്ടിയിടാൻ സ്ഥലമില്ല. കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പേരെഴുതി വെച്ചിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം ഫുഡ് കിട്ടാൻ. ഈ രീതിയിലാണ് തിരക്ക് വരുന്നത്. അതുപോലെ പലർക്കും എസ്പെഷ്യലി നമ്മളുടെ കേരളൈറ്റ്സിന്റെ ഒരു പ്രത്യേകതയാണ്, പുറത്തിറങ്ങിയാല് നമുക്ക് നോർത്ത് ഇന്ത്യൻ വെജ് ഡിഷസ് കഴിക്കാൻ ഇഷ്ടമാണ്. ശരിയല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് വെജ് ബൈറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്ട്സ് നമുക്ക് ഒരു ബിസിനസ് സ്ട്രാറ്റജി നമുക്ക് നമ്മുടെ മുന്നിൽ വലിയൊരു അവസരം കിടക്കുന്ന ബിസിനസ് ആക്കി മാറ്റാനുള്ള ഒന്ന് തന്നെയാണ് അതായത് നമ്മള് കേരളത്തില് എന്താ പറയണ്ട, നിങ്ങൾ മീറ്റ് കഴിക്കല്ലേ, നിങ്ങൾ പോയിട്ട് എന്ത് കഴിക്ക്, നിങ്ങള് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാവുള്ളൂ എന്ന് RCMലെ അല്ലാത്ത മറ്റൊരാളുകളോട് പറഞ്ഞ് അവര് കേൾക്കുവോ? ഈവൺ RCMലെ ആൾക്കാർ കേൾക്കുവോ? ഇല്ല. അപ്പൊ നമ്മള് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മീറ്റിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ദോഷവശങ്ങൾ നമ്മളെക്കാളും എല്ലാവർക്കും തന്നെ അറിയാം. അതിനകത്ത് എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ ആണെന്ന് കാണിക്കേണ്ടത് നിങ്ങൾക്ക് കേൾക്കാവോ? ഓക്കെ. സോ അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജി വെച്ചിട്ട്, ഹെൽത്ത് സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ അവരോട് ഇതിന്റെ ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ മീറ്റിന്റെയോ എല്ലാത്തിന്റെയോ ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതിലൊന്നുമല്ല. പക്ഷെ ബിസിനസ് സ്ട്രാറ്റജി ചിന്തിക്കുമ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആണ്, റീപ്ലേസ്മെന്റ് അല്ല. നിങ്ങൾ പാടെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് നടക്കൂല. ആ സമയം ഹെൽത്തിൽ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് ഏറ്റെടുക്കും. പക്ഷെ അതിന്റെ പെർസെന്റേജ് തുച്ഛമായിരിക്കും. കാരണം ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആരും എന്താ പറയുന്നത്, നോൺ വെജിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നില്ല എന്നുള്ളതും. പിന്നെ നോൺ വെജിനെ പറയാനായിട്ടാണെങ്കിൽ അവർക്കും പറയാനുണ്ട്, പ്രോട്ടീൻ കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനും ധാരാളം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് വേയിൽ ചിന്തിക്കുമ്പം ആളുകളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരോടും ഇത് എത്തിയാൽ എല്ലാവർക്കും ഉപകാരം തന്നെയാ. അതിലൂടെ ഹെൽത്തും അവർക്ക് കിട്ടും. സോ അവരിത് ട്രൈ ചെയ്യാൻ തുടങ്ങും. അതായത് വെജിറ്റേറിയൻ ആയിട്ട് കഴിക്കേണ്ടപ്പം എല്ലാം അവരൊരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ നോൺ വെജിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇടയ്ക്കെങ്കിലും എന്ത് ചെയ്യൂര്, വെജിറ്റേറിയൻ ഫുഡിനെ ആശ്രയിക്കാം എന്ന് ചിന്തിച്ചിട്ട് നമ്മളുടെ ഗുഡ് ഡോട്ടിലേക്ക് തിരിയും. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ എഴുതിയേക്കുന്നത് ഹെൽത്തി ഓൾട്ടർനേറ്റീവ് ആണ്. റീപ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ ബിസിനസ്സിലേക്ക് ഇത് എത്തിപ്പെടണമെന്നില്ല. ഞാൻ പറയുന്ന രീതി രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഞാൻ ഇത്രയും നേരം ഹെൽത്തി ആസ്പെക്റ്റാ പറഞ്ഞത്, അതായത് ആരോഗ്യം കൊടുക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ പറയേണ്ടതും നമ്മൾ അറിയേണ്ടതുമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് നമ്മൾ ആളുകളെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ഹെൽത്തിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ അവർ അത്ര പെട്ടെന്ന് മാറില്ല. അപ്പൊ പറയാം, നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. അത് നിങ്ങൾ മൊത്തത്തിൽ മാറ്റണ്ട ആദ്യം. അത് കഴിഞ്ഞ് അവർ മനസ്സിലാക്കി അത് മാറ്റിക്കോളും. ഇനി ഹോട്ടലുകളായിട്ടും ചെറിയ റെസ്റ്റോറന്റുകളുമായിട്ടൊക്കെ നമ്മൾ ടൈപ്പ് ആയി കഴിഞ്ഞാല് അവിടെ നമ്മളുടെ ഗുഡ് ഡോട്ടിന്റെ ഡിഷസ്, അതായത് നമ്മൾ ഉണ്ടാക്കി ഗുഡ് ഡോട്ട് ഡിഷസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഹോം സ്റ്റേ ഒക്കെ നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ. കാരണം ഹോം സ്റ്റേ ഞാനത് പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഹോം സ്റ്റേയിലൊക്കെ നിൽക്കുമ്പം നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ചോറ് സാമ്പാറും അങ്ങനെ കഴിക്കാനായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് വെറൈറ്റി ഫുഡ്, നമ്മളൊരു റിലാക്സ് മോഡിലാണ്. അപ്പൊ നമുക്ക് വെറൈറ്റി ഫുഡ്. ഇപ്പൊ ഇന്ന് വരെ കേൾക്കാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാ അത് പോരട്ടെ, അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ മൂഡ് തന്നെ അതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഹോം സ്റ്റേ അല്ലെങ്കിൽ വെജ് ഹോട്ടലുകള് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യാൻ നോക്കുക. ഇനി ഹെൽത്ത്, ഞാൻ പറഞ്ഞല്ലോ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുടെ അടുത്ത് നമ്മൾ പ്രത്യേകം പറയും, ഇത് കൊളസ്ട്രോൾ 0 പ്രോട്ടീൻ റിച്ച് ആണ്, പ്യൂർ വേഗനാണ്. അതായത് ഇതിനകത്ത് വേറെ പാലിന്റെയോ അല്ലെങ്കിൽ മുട്ട, മത്സ്യം, മാംസം ഇതിന്റെ ഒന്നിന്റെയും കണ്ടന്റ് ഇല്ല. അപ്പൊ ഹെൽത്ത് ആയിട്ട് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് അവിടെ ഉറപ്പിക്കാൻ പാകത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്ത്, നമുക്ക് ഈ പ്രൊഡക്റ്റിനെ ഹെൽത്ത് ആസ്പെക്ടിൽ, ആരോഗ്യം കൊടുക്കുന്ന ആസ്പെക്ടിൽ പറയേണ്ടവരുടെ അടുത്ത് നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. 0 കൊളസ്ട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവരിലായിട്ട് നമുക്ക് ആ രീതിയിൽ എത്തിക്കാൻ പറ്റും. അതുപോലെ ഫെസ്റ്റിവൽ പ്രൊമോഷൻ, ഞാനിവിടെ ഓണം എന്ന് എഴുതുമ്പോൾ ചോദിക്കുക, ഓണത്തിന് ഇതൊക്കെ ഉണ്ടാക്കണേ? മാറ്റങ്ങൾ വരും. കാരണം ഇപ്പൊ ഓണത്തിന് പല സ്ഥലത്തും ചിക്കൻ ബിരിയാണിയാ, സദ്യ അല്ല.
പലരും ഇത് കേട്ട് ചിരിക്കേണ്ടാവും. സിറ്റികളിലൊക്കെ ഇതൊക്കെ തന്നെ ഇപ്പൊ സംഭവിക്കുന്നത്. അപ്പോ ഓണം, വിഷു, അതുപോലെ തന്നെ ഉത്സവങ്ങള്, അതുപോലെ നോമ്പ് സീസണിൽ ഓണം നിങ്ങളുടെ ഇഷ്ടം പോലെ വെച്ചോളൂ. ഞാൻ പറയുന്ന ഉത്സവങ്ങളും നോമ്പ് സീസണുകളിലും ഒക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇനി യൂത്ത് ആൻഡ് ഫിറ്റ്നസ് മാർക്കറ്റ്, ആളുകൾ ഇപ്പോഴത്തെ യൂത്ത് എന്താണ്, ജിമ്മ്, നല്ല മസിലുള്ള ബോഡി, നല്ല അതായത് പഴയ കാലത്ത് തൂമ്പാപ്പണി എടുത്ത് നേടുന്നത് ഇപ്പൊ ജിമ്മിൽ പോയിട്ട് നേടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് കറക്റ്റ് സസ്റ്റെയിൻ ചെയ്ത് പോവില്ലേ ദൈവത്തിനറിയാം. അപ്പൊ ആ ഒരു മാർക്കറ്റില്, ജിമ്മിന്റെ ആ ഫിറ്റ്നസ് മാർക്കറ്റിൽ നമുക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാവുന്ന സാധനമാണ്. കാരണം കൊളസ്ട്രോള് ഇല്ല. കാരണം അവരവിടെ പോയി സകല കാലറിയും കത്തിച്ച് കളഞ്ഞ് ഉള്ള ഫാറ്റിനെ എല്ലാം ബേൺ ചെയ്ത് എന്താക്കുക ചെയ്യുന്നത്, അവർ മസിലാക്കി മാറ്റുന്നത്. അതായത് പ്രോട്ടീൻ റിച്ച് ഉള്ള, അതായത് മസിലായിട്ടുള്ള ബോഡി ആക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് വളരെ ഈസിലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഗുഡ് ഡോട്ട് ബിസിനസ്. ഇനി RCMന്റെ മറ്റു കോംബോ പാക്ക് ആയിട്ട് നമുക്ക് ഇതൊക്കെ കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ, നൂഡിൽസും ഗുഡ്സിപ്പ് സൂപ്പ് ഇതിന്റെ എല്ലാം കൂടെ അങ്ങനെയൊക്കെ ഓരോ രീതി ഞാൻ ജസ്റ്റ് എഴുതി വെച്ചേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ടൂറിസത്തിന്റെ എസ്പെഷ്യലി ടൂറിസത്തിൽ നമുക്കിത് വളരെ ഗുണം ചെയ്യും. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങൾ ഔട്ട് ഓഫ് കേരള ടൂർ പോവാന്ന് വെച്ചോ, ഔട്ട് ഓഫ് കേരള പോയാൽ നിങ്ങൾ എന്ത് ഫുഡാണ് കഴിക്കുന്നത്? നിങ്ങൾ മിക്കവാറും ഇതിനകത്തുള്ള ഒത്തിരി പേരും നോൺ വെജ് കഴിക്കുന്നവരായിരിക്കും, ആണല്ലോ. കേരളമാണ് ഞാൻ പറഞ്ഞ 3% പോപ്പുലേഷനെ പ്യുവർ വെജുകാരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്തിരിക്കുന്നവർ മിക്കവരും നോൺ വെജ് കഴിക്കുന്നവരായിരിക്കും, മീനെങ്കിലും കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മുട്ടയെങ്കിലും കഴിക്കുന്നവരായിരിക്കും. അപ്പൊ ഈ ടൂറിൽ നമ്മൾ പോകുമ്പോൾ, ഔട്ട് ഓഫ് കേരള പോകുമ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ഫുഡ് കഴിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്? നമ്മൾ നോൺ വെജ് കഴിക്കോ വെജ് കഴിക്കോ? നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോട്ടോ. വെജ് ആയിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്ന ആളുകൾ. വയറ് പ്രശ്നമാക്കരുതല്ലോ, അല്ലെ? വെജ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ഫുഡുകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ടൂർ പോകുമ്പോൾ ആ റിലാക്സ് മോഡിൽ ആളുകൾ എന്ത് ചെയ്യും, കൂടുതലും ഇങ്ങനത്തെ ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കും. ഒരു സ്പെഷ്യൽ പേരൊക്കെ ഹോട്ടലുകാരിടും. ഞാൻ വേറൊരു ഇതിലൊക്കെ കണ്ടായിരുന്നു, ഓരോന്നിനും ഓരോരോ സ്പെഷ്യൽ പേരുകൾ ഇടുമ്പോഴത്തേക്ക് എന്നാ പിന്നെ അത് പോരട്ടെ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇത് കാര്യങ്ങൾ മാറും. ഇനി ഗുഡ് ഡോട്ട് റെസ്റ്റോറന്റുകൾ നമ്മൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് മറ്റേ ഓൾഡ് ബസ് സ്റ്റാൻഡ് ഓൾഡ് പോസ്റ്റ് ഓഫീസിന്റെ ഓപ്പോസിറ്റ്, അതുപോലെ തന്നെ കോഴിക്കോട് ഷീ റെസ്റ്റോറന്റ്, ഇങ്ങനെ പലയിടത്തും റെസ്റ്റോറന്റുകൾ പതുക്കെ നമ്മുടെ RCM മെമ്പേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്തു ഗുഡ് ഡോട്ടിന്റെ പ്രോഡക്റ്റുകൾ വെച്ചിട്ട്. അപ്പൊ അതിന്റെ ഗുണം എന്നാന്ന് വെച്ചാൽ, ഗുഡ് ഡോട്ട് പ്രോഡക്റ്റുകളും ഒപ്പം RCMന്റെ മറ്റ് ഓയിൽ ആയിക്കോട്ടെ, നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ആയിക്കോട്ടെ, നമ്മളുടെ ഉപ്പായിക്കോട്ടെ, അങ്ങനെ ഓരോരോ പ്രോഡക്റ്റുകൾ ഇൻഗ്രീഡിയൻസും ഇതിനകത്തോട്ട് ആഡ് ഓൺ ചെയ്യാം. പിന്നെ ചായ കൊടുക്കാം, ഇങ്ങനെ. അപ്പൊ ആ ബ്രാൻഡിന്റെ വിസിബിലിറ്റി അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നതാ, RCM എന്ന് പറയുന്നത് പോപ്പുലർ ആവാൻ തുടങ്ങുക. നമുക്കറിയാം, ഒരു ന്യൂട്രി ചാർജ് വുമണോ മെന്നോ ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഈസി ആയിട്ട് ഒരു ഫുഡ് ഐറ്റം നമുക്ക് കൊടുക്കാം. ഒരു ജംഗ്ഷനിൽ പോയി നിന്ന് ഒരു ഫുഡ് ഉണ്ടാക്കി നമ്മൾ കൊടുത്താൽ മതി, ആൾക്കാർ ഈച്ച കൂടുന്ന പോലെ കൂടും, അല്ലേ? ഏത് സ്പെഷ്യൽ ഫുഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആഹാ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ കാര്യം, അല്ലേ? അപ്പൊ ആൾക്കാരുടെ അടുത്തോട്ട് ഇത് എത്തിക്കാൻ ഇതിലും നല്ലൊരു അവസരം വേറെ ഒന്നുമില്ല. ഫുഡാണ്. ഫുഡി. ഇതിന്റെ ഒപ്പം എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഇതുപോലെ റെസ്റ്റോറന്റ് തുടങ്ങി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല വ്ളോഗർ, ഫുഡ് വ്ളോഗറെ കൊണ്ട്, അതായത് യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡ് വ്ളോഗറെ കൊണ്ട് നമ്മളുടെ ആ ഒരു സെന്ററിനെ ഒന്ന് പോപ്പുലർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെത്തും. അയ്യപ്പൻ ചേട്ടന്റെ കട, മോഹനൻ ചേട്ടന്റെ കട, ഇതൊക്കെ നമുക്കറിയാലോ, നമ്മൾ അത്രയ്ക്കും അറിയാലോ. നമ്മളെല്ലാം ഈ പറയുന്ന യൂട്യൂബും ഇൻസ്റ്റയിലും ഒക്കെ ഉണ്ടല്ലോ. എത്ര നേരം വേണമെന്നാ ക്യൂ നിൽക്കും. അയ്യപ്പൻ ചേട്ടന്റെ അടുത്ത് പോയിട്ട് ആ ഭക്ഷണം കഴിക്കണം, മോഹനൻ ചേട്ടന്റെ കടയിൽ പോയിട്ട് ഈ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ പോപ്പുലർ ആവാനായിട്ട് സോഷ്യൽ മീഡിയനെയും കൂടെ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ബ്രാൻഡിന്റെ വിസിബിലിറ്റി, നമ്മളുടെ RCMനെ പോപ്പുലർ ആവുകയും ചെയ്യും. ഒപ്പം ഇത് പോപ്പുലർ ആവുന്നതോടുകൂടി നമ്മുടെ ഷോപ്പിലെ പ്രോഫിറ്റ് കൂടുന്നത് വഴി എന്താ നടക്കുന്നത്, അവിടെ നമ്മുടെ ബിസിനസ് അല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ബിസിനസ് ഐഡിയാസ് പങ്കുവെക്കാനാണ് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോം പറ്റുള്ളൂ. അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അത് നടപ്പിലാക്കാൻ തീരുമാനിക്കേണ്ടത്, അത് നടപ്പിലാക്കേണ്ടതും നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്നത് നടപ്പിലാക്കുമെന്ന് തീരുമാനിച്ച് ഉറച്ചാൽ മാത്രമേ അത് നടപ്പിലാവുള്ളൂ. നാളെ ആട്ടെ എന്ന് വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനി ഇതിന്റെ ഒക്കെ മേലെ എന്റെ ഒരു ഡ്രീമാണ് എന്താ, ഇതൊക്കെ ബിസിനസ് സാധ്യതകളാ. ഇനി എന്റെ ഒരു ഡ്രീമാണ്, ഇപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ഗുഡ് ഡോട്ട് ഉപയോഗിച്ചു, ഹോട്ടലിൽ ഉപയോഗിക്കണ കാര്യം പറഞ്ഞു. ഇനി എന്റെ ഒരു ആഗ്രഹമാണ് നമ്മൾ എഡ്യൂക്കേഷൻ ലെവലിലേക്ക്, അതായത് ഹോട്ടൽ മാനേജ്മെന്റിന്റെ സിലബസിന്റെ പാർട്ടായിട്ട് ഗുഡ് ഡോട്ട് വരണം. അതെന്റെ ഒരു ഡ്രീമാ. അങ്ങനെ വരുമായിരിക്കും. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വരാത്ത കാര്യങ്ങളുണ്ടോ?
അങ്ങനെ വന്നു കഴിയുമ്പോ എന്നതാ ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗുഡ് ഡോട്ടിന്റെ മോഡേൺ വെജിറ്റേറിയൻ ഡിഷസ് ആണ് ഇതെല്ലാം. അൾട്ടിമേറ്റ്ലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജിയാണ്. അപ്പൊ അതനുസരിച്ചുള്ള ഫുഡുകളാണ്, റെസിപ്പികളാണ്. അപ്പൊ അതിനനുസരിച്ച് എന്ത് കിട്ടും? നമ്മളുടെ വ്യവസായികമായിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളത് ഇതിന്റെ സ്കില്ല് കൂടി കിട്ടും. ആൾക്കാർക്ക് അതിന്റെ പരിശീലനം കിട്ടുകയും ചെയ്യും. അതനുസരിച്ച് അവരുടെ ജോലി സാധ്യത കൂടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ RCMനെ പറ്റി പോപ്പുലർ ആവാൻ വളരെ എളുപ്പമാണ്. ആ ഒരു അതായത് നമ്മളുമായിട്ട് തൊട്ട് തീയേണ്ട ബന്ധമില്ലാത്ത ആൾക്കാരാ, പക്ഷെ എവിടെ ചെന്നു എന്ന് നോക്കത്. അപ്പൊ ആ ബ്രാൻഡിന്റെ RCMന്റെ വിസിബിലിറ്റി അവിടെ കിട്ടി. അപ്പൊ RCMനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അടിപൊളി ഒരു ഡെമോ നടത്തി, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് അടിപൊളി ഒരു ഡെമോ ഒക്കെ നടത്തി നമ്മുടെ പ്രൊഡക്റ്റിനെ വെച്ചിട്ട് നല്ല ഡെലീഷ്യസ് ഫുഡ്, പല വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി, പലതരം സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എനിക്കറിയാം ഇതൊരു സിലബസിൽ കയറാനുള്ള ഒരു വിഷയമായിട്ട് മാറും. ഗുഡ് ഡോട്ട് പ്രോഡക്ട്സിന്റെ ഒരു റെസിപ്പി അല്ലെങ്കിൽ ആ രീതിയിൽ പഠിച്ചു പോകാനുള്ള അതിന്റെ പ്രിപ്പറേഷൻസ്, അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു പോകുന്ന രീതിയിലിട്ട് സിലബസിൽ കയറിയാൽ നമുക്ക് മോശമുണ്ടോ? നമുക്ക് വേണ്ട നല്ലതല്ലേ വരുള്ളൂ. ഇത് എന്റെ ഒരു ഡ്രീം മാത്രമാണ്. നടന്നാൽ നടക്കും അല്ലെ? കാരണം ഇന്ന് നമ്മള് എന്താ ചെയ്യുന്നത്? നാളത്തെ ഷെഫുമാരെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക. പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ്, അത് ആ ഒരു ഇന്നോവേറ്റീവ് ടെക്നോളജിയും ആ മോഡേൺ ഡിഷസും നമ്മൾ പഠിപ്പിച്ചെടുക്കുക ചെയ്യുന്നത്. അതിലും RCM തയ്യാറാവുക. അതിന്റെ ഒപ്പം ഇപ്പൊ നമുക്ക് ഇതെന്റെ ഒരു ഡ്രീം ആണെങ്കിൽ ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഷെഫ് ആവാനായിട്ടുള്ള ഒരു അവസരം ഇന്നിപ്പോ നമ്മുടെ ക്രിസ്റ്റീന മാഡം ഇത് തുടങ്ങുന്നതിന്, ഈ ഒരു സെഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു, ഗുഡ് ഡോട്ട് റെസോയി നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ലിങ്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്. പലരും തുറന്നിട്ടുണ്ടാവും, പലരും തുറന്നിട്ടുണ്ടാവില്ല. ഗുഡ് ഡോട്ട് റെസോയി എന്ന് പറഞ്ഞാൽ അടുക്കള, ഗുഡ് ഡോട്ടിന്റെ അടുക്കള RCM മെമ്പേഴ്സിന്റെ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്രാവശ്യത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസത്തെ ട്രെയിനിങ് ആണ്. മാം അത് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതിൽ നമ്മള് കുക്കിംഗ് ഇഷ്ടമുള്ളവരും, ഹെൽത്തി കുക്കിംഗ് ഇഷ്ടമുള്ളവരും, RCM ബിസിനസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടമുള്ളവരും ഒക്കെ ഇതിനകത്ത് അങ്ങോട്ട് ജോയിൻ ചെയ്യാം. ലിങ്ക് ഇപ്പൊ ഗ്രൂപ്പിൽ എല്ലാത്തിലും വന്നിട്ടുണ്ട്. 15 ദിവസത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അവർ പറയുന്ന നിബന്ധനകളെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ഏപ്രണും അതിന്റെ ഒരു ബാഡ്ജും ഒരു ഷെഫ് ക്യാപ്പും എല്ലാം കൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന്റെ ഫർദർ പിന്നീട് വീണ്ടും അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പ് 2ലേക്ക് നമുക്ക് കയറാനും ഒക്കെ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇച്ചിരി മുന്നേ പറഞ്ഞില്ലേ, നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന സിലബസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ എങ്ങനെ ആയിക്കോട്ടെ, ഒരു വെജിറ്റേറിയൻ നല്ലൊരു ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് നമുക്കൊരു ഡെമോ നടത്തണമെങ്കിൽ നമ്മൾ അല്പം സ്കിൽഡ് ആയിരിക്കണം അല്ലെ? നമ്മൾ സ്വന്തം അടുക്കളയിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ആ ഒരു ടെക്നിക്ക് അത് മാത്രം പോരാ, കുറച്ചൊരു ഒരു രീതികളുണ്ട് ഇതിനകത്ത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ സ്കില്ല് കൂടുക ചെയ്യുന്നത്. ഇങ്ങനത്തെ റെസോയി, ഗുഡ് ഡോട്ട് റെസോയിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഒഫീഷ്യലി ട്രെയിൻഡ് ആവുക. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഡെമോ നടത്താൻ അവിടെ പറ്റും. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് ബിസിനസ് സാധ്യതകൾ ഏതൊക്കെ ലെവലിൽ കയറ്റിയെടുക്കാവോ അതെല്ലാം കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് കിട്ടും, നമുക്ക് ബിസിനസ് കൂട്ടിയെടുക്കാൻ പറ്റും, കൂടുതൽ ആൾക്കാരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ലൈവ് കുക്കിംഗ് സെഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഒരു ടെൻഷനും വേണ്ട. നമ്മളിപ്പോ ഇവിടെ ഓൺലൈൻ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എവിടെയും ലൈവ് കുക്കിംഗ് സെഷൻസ് ഓൺലൈനോ ഓഫ്ലൈനോ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഒപ്പം തന്നെ RCMന്റെ മറ്റു പ്രൊഡക്റ്റും അതിന്റെ കൂടെ പ്രൊമോട്ട് ആവും, നമ്മൾ അറിയാതെ തന്നെ പ്രൊമോട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നോർത്ത് ഇന്ത്യൻ ഫുഡുകളോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യൻ ഡിഷസ് ആയിട്ട് മാറ്റാനോ എങ്ങനെ വേണമെന്നാലും നമ്മളെ ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് ഗുഡ് ഡോട്ടും അതുപോലെ RCMും തയ്യാറാണ്. നമ്മളൊന്ന് ഒരുങ്ങി നിന്നാൽ മാത്രം മതി, നമ്മളൊന്ന് തയ്യാറായാൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഇന്ന് ആ ട്രെയിനിങ്ങിന് വേണ്ട കാര്യങ്ങൾ ആ ലിങ്ക് കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിടുക, നമ്മൾ ഉറച്ച തീരുമാനം എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ന്യൂട്രി ചാർജിനേക്കാളും എളുപ്പം ആളുകളുടെ ഉള്ളിലേക്ക് കയറുന്നതാണ് ഫുഡ് അല്ലെ? നമ്മൾ പറയില്ലേ, വായ വഴി ഹൃദയത്തിലേക്ക് എന്ന് പറയും അല്ലെ? എന്നെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഭക്ഷണം വഴി ഒരാളുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റാൻ എളുപ്പം, നല്ല ഭക്ഷണം കൊടുക്കുന്നത് വഴി. ശരിയല്ലേ? ആ നല്ല ഭക്ഷണം കൊടുക്കാനായിട്ട് നമുക്ക് ഗുഡ് ഡോട്ടിലൂടെ സാധിക്കും. ഗുഡ് ഡോട്ടിന്റെ ഓരോ ട്രെയിനിങ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം, ഗുഡ് ഡോട്ടിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗപ്പെടുത്താം. നമുക്ക് അതിന് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യമുള്ള ഒരു ജീവിതവും ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഒപ്പം ഈ ഒരു ഗുഡ് ഡോട്ട് മന്ത് ഏറ്റവും വിജയകരമായിട്ട് മുന്നോട്ട് പോട്ടെ. തുടർന്ന് അങ്ങോട്ടും ഗുഡ് ഡോട്ടിനെയും ഒപ്പം തന്നെ RCMനെയും നമുക്ക് നെഞ്ചിലേറ്റി ഓരോരുത്തരോട്ടും ഇത് എത്തിക്കാൻ സാധിക്കട്ടെ. ഇത്രയും നേരം ഇത് കേട്ടിരുന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. ക്രിസ്റ്റീന മാഡത്തോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന അഖില മാഡത്തിനോടും പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ജയ് RCM. ഗുഡ് RCM.